الصلاة والسلام على أشرف المرسلين وآل كل وصحبه أجمعين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആള് മാത്രം മാറിയത്, വിഷയതാലും മാറിയിട്ടില്ല. അർത്ഥശൂന്യമായ വിവാദങ്ങൾക്കൊടുവിൽ സുഭദ്ര രാഷ്ട്ര നിർമ്മാണത്തിൽ ഇസ്ലാമിക് പീനൽ കോഡിന് ഇത്രയധികം സ്വാധീനമുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെ വിശാലമായ ഒരു ഏരിയയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഏതായാലും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക്, ഈ വിഷയത്തിൽ ഏതൊക്കെ മേഖലകളിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കണം എന്നതിലേക്ക് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. കാണുന്നുണ്ടോ? അതില്ലേ ഉണ്ടല്ലേ? സെറ്റല്ലേ? എന്നെയോ ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് അല്ലെങ്കിൽ കർമ്മശാസ്ത്രം എന്നുള്ളത് തന്നെ ഒരു നിയമസംഹിതയാണ്. വ്യത്യസ്തമായ മദ്ഹബുകളിൽ, വ്യത്യസ്തമായ സ്കൂളുകളിലൂടെ ഇസ്ലാമിക് ശരിയയിൽ ഏറ്റവും അടിസ്ഥാനപരമായ സോഴ്സ് ഓഫ് ഇസ്ലാമിക് ലോ, അതിൻ്റെ സോഴ്സിലൂടെ നിർമ്മിക്കപ്പെട്ട വർഷങ്ങളായി ഫോളോ ചെയ്യപ്പെടുന്ന നിയമങ്ങളാണ് ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് അല്ലെങ്കിൽ ഫിഖ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇസ്ലാമിക് ശരീഅത്ത് എന്നുള്ളൊരു സംവിധാനം? അതിന്റെ ഉത്തമമായ ലക്ഷ്യം, നാമൊക്കെ എല്ലാ ഫിഖ് പ്രത്യേകം പഠിക്കുമ്പോൾ അതിലെ ഓരോ ബാബുകളായി, ഓരോ ചാപ്റ്ററുകളായി നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത്, അല്ലെ? അങ്ങനെ 4 ചാപ്റ്ററുകളിലൂടെയാണ് സ്ട്രക്ചർ, അങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. 4 ചാപ്റ്ററുകളിലൂടെ. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ശരിയാ നിയമങ്ങളുടെ സംവിധാനം, അതിന്റെ ഒബ്ജക്റ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് പ്രധാനമായും ഈ 5 കാര്യങ്ങളിലായിട്ടാണ്. ദീനിന്റെ സംരക്ഷണമാണ്, അതുപോലെ തന്നെ നഫ്സിനെ സംരക്ഷിക്കുക, ബുദ്ധിയെ സംരക്ഷിക്കുക, അഭിമാന സംരക്ഷണം, അതുപോലെ തന്നെ പ്രോപ്പർട്ടി. ഇങ്ങനെ ഈ 5 ലക്ഷ്യങ്ങളാണ് മഖാസിദ് ശരിയായിട്ട് നാമൊക്കെ പഠിച്ചു വരുന്നത്. അതിലെന്തുകൊണ്ട് ജിനായാത്ത് അവസാനമായി വന്നു, അല്ലെങ്കിൽ ശിക്ഷയും, അല്ലെ, കുറ്റവും കുറ്റം, ക്രൈംസ് ആൻഡ് പണിഷ്മെന്റ്, അതാണ് ജിനായാത്തിലെ പ്രധാനമായും ജിനായാത്തിൽ ഡീല് ചെയ്യുന്ന വിഷയം. എന്തുകൊണ്ടത് അവസാനമായി എന്നുള്ളത് ഒരു ലോജിക്ക്, അതിന്റെ ആദ്യം പ്രത്യേകമായ എന്തുകൊണ്ട് അങ്ങനെ സ്ട്രക്ചർ ചെയ്തു എന്നുള്ള ചർച്ചകളൊക്കെ ഫിഖിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ കാര്യമാണ് നിസ്കാരം കാര്യങ്ങൾ. ഇനി ഇവനിക്ക് മാലില്ലെങ്കിലും കല്യാണം കഴിച്ചില്ലെങ്കിലും അതിനൊക്കെ പ്രതിവിധിയുണ്ട്. പക്ഷെ ഇബാദത്തിന് എന്തില്ല, ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇബാദത്തിന് ആദ്യം വെച്ചത്. പിന്നെ ഇബാദത്ത് എടുത്തുള്ള സമയങ്ങൾ പിന്നെ എന്തെങ്കിലും ജോലിയിൽ ശുഗലാവും, ഹലാലായ വരുമാനമായിരിക്കണം. അതുകൊണ്ടാണ് രണ്ടാമതായി മുആമലാത്ത്. എല്ലാ ചെയിനുകളിലും പോയി നമ്മൾ അതിൽ കണ്ണിയാവരുത്. അതിന്റെ ബേസിക് എന്തൊക്കെയാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം, കൃത്യമായി അടിസ്ഥാനപരമായി തന്നെ ഖുർആനിലും ഹദീസിലും ഫിഖ്ഹിന്റെ ഫുഖഹാക്കളൊക്കെ കൃത്യമായി പറഞ്ഞു തന്നു. ഓരോ ബിസിനസ് വരുമ്പോഴും നമുക്കതിന് ഉത്തരങ്ങളുണ്ട്. അതാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് അഖ്ദിൽ പഠിക്കുന്നുണ്ട്, സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കോൺട്രാക്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ മൂന്നാമതായി വരുന്നത് നമ്മുടെ എല്ലാവർക്കും താല്പര്യത്തോടെ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയമാണ് മുനാക്കഹാത്ത് എന്നുള്ളത്. പ്രത്യേകിച്ച് പഠനകാലത്ത് ആ ഒരു പ്രായം കൂടിയാണ് മുനാക്കഹാത്ത്.
അപ്പോൾ കല്യാണം കഴിച്ച് ഇബാദത്ത് വേണം, ഇബാദത്ത് ഉണ്ടാക്കി കല്യാണം കഴിച്ചതിന് ക്യാഷ് ഉണ്ടാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? കല്യാണം കഴിക്കേണ്ടത്. മഹറിനൊക്കെ പൈസ കൊടുക്കണം. അതുകൊണ്ടാണ് പിന്നീട് എന്ത് വന്നത്? മുആമലാത്തിന് ശേഷമാണ് മുനാക്കാത്ത്. പിന്നെ കല്യാണം കഴിച്ചാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? അപ്പൊ പിന്നെ ക്രൈം ആൻഡ് പണിഷ്മെന്റ്, ഒരു ലോജിക്ക് മാത്രം പറഞ്ഞതാണ്, ഇതെവിടെയും കോട്ട് ചെയ്യാനല്ല. എന്നാലും അങ്ങനെ സ്ട്രക്ചർ ചെയ്ത ഇതിന്റെ ലക്ഷ്യം അതാണ്. എന്തിന്റെ അടിസ്ഥാനമാണ്? എല്ലാ നിയമങ്ങളുടെയും, ഇതൊക്കെ നിയമങ്ങളാണ്. ഇബാദത്തുകളായാലും അതുപോലെ തന്നെ അക്കതുമായി ബന്ധപ്പെട്ടതാണ് ബിസിനസ് ലോ, അതായാലും മുനാക്കഹത്ത്, മാരിറ്റൽ ലോ, മാരേജ് എന്താണ്, ഡൈവേഴ്സ് എന്താണ്, അങ്ങനെ തുടങ്ങിയതും അതുപോലെ തന്നെ അവസാനമായി വരുന്ന ക്രൈം ആൻഡ് പണിഷ്മെന്റും ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും തന്നെയാണ്. അപ്പൊ ഈ 4 അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ക്രിമിനൽ ലോ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എന്നുള്ളത് നിലനിന്നിട്ടുള്ളത്. അപ്പൊ നിയമം എന്നുള്ളത് പ്രധാനമായും നിയമങ്ങൾ 2 തരത്തിലാണ് പോകുന്നത്. ഒന്ന് ക്രിമിനൽ ലോ ആസ് വെൽ ആസ് സിവിൽ ലോ. അപ്പൊ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയി എല്ലാ രാജ്യങ്ങളിലും അംഗീകരിച്ചു വരുന്ന, ഫോളോ ചെയ്തു വരുന്ന 2 പാർട്സ് ഓഫ് ലോ ആണ് ക്രിമിനൽ ആൻഡ് സിവിൽ. നമ്മുടെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ജിനായത്ത് പറയുമ്പോൾ സിവിൽ എവിടെ എന്ന് ചോദിക്കുന്നത് അത് മുമ്പേ കഴിഞ്ഞുപോയി. സിവിൽ ലോ എന്ന് പറയുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്, അതിന്റെ ഒരു ഭാഗമാണ്. ഫാമിലി ഡിസ്പ്യൂട്ട്സ്, അതൊക്കെ സിവിൽ മാറ്ററുകളാണ്. അതൊക്കെ ജിനായത്തിലും മുനാക്കാഹത്തിലൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അതിന്റെ ഒക്കെ അടിസ്ഥാനങ്ങളൊക്കെ ഖുർആനാണ്. അവസാനം ഞാൻ പറയുന്നുണ്ട്, കമ്പാരിഷൻ പറയുന്ന സമയത്ത് വളരെ ചുരുക്കി ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇസ്ലാമിൽ ഇവിടെ ആണെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമസംഹിതയിൽ എല്ലാം ഉൾക്കൊണ്ടതാണ്. ഈ ഒരു ക്രൈം ആൻഡ് പണിഷ്മെന്റ് മാത്രം ചർച്ച ചെയ്യുമ്പോൾ അതിൽ മാത്രം ചുരുങ്ങിയതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്, പ്രിഫേസ് ആയിട്ട് അത് പറഞ്ഞത്. അപ്പൊ അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. നിയമങ്ങൾ എന്ന് പറയുമ്പോൾ സിവിൽ ആൻഡ് ക്രിമിനലിൽ തന്നെ 2 തരം നിയമങ്ങൾ, 2 തരം നിയമങ്ങൾ പ്രധാനമായും വീണ്ടും ഉണ്ട്. സബ്സ്റ്റാൻഷ്യൽ ലോ ആൻഡ് പ്രൊസീജറൽ ലോ. സബ്സ്റ്റാൻഷ്യൽ ലോ എന്ന് പറയുമ്പോൾ ഒരു കുറ്റം ചെയ്താൽ ഖത്ലിന്, ഒരു അന്തനിലക്കുള്ള ഖത്ലാണെങ്കിൽ എന്താണ് ശിക്ഷ? ഖിസാസാണ്. ഇതാണ് സബ്സ്റ്റാൻഷ്യൽ ലോ. കുറ്റം പറയും, ക്രൈം പറയും, പണിഷ്മെന്റ് പറയും. അല്ലെങ്കിൽ ഇന്ന പ്രകാരം അക്കത് ചെയ്താൽ, ഇന്ന രീതിയിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ അതിന്റെ ലീഗൽ, അതിന്റെ വാലിഡിറ്റി എന്താണ്? സഹീഹാണോ, ബാത്തിലാണോ, ഹറാമാണോ, അല്ല ഖിലാഫ് ലൗലയാണോ, അങ്ങനെ പറയുന്നത് അത് സബ്സ്റ്റാൻഷ്യൽ ലോ ആണ്. പ്രൊസീജറൽ ലോ എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ശിക്ഷ നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണ്, ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒരാളുടെ ജാമ്യത്തിൽ വിട്ടയക്കേണ്ടത് എങ്ങനെയാണ്, ഇതിനെയാണ് നമ്മൾ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അത് രണ്ടും അടങ്ങിയതാണ്. സബ്സ്റ്റാൻഷ്യൽ ലോയും അതിൽ പ്രൊസീജറൽ ലോയും ഉണ്ട്. ജുഡീഷ്യൽ പ്രോസസ് അത് മറ്റൊരു സ്റ്റേജാണ്. ജുഡീഷ്യൽ പ്രോസസ് എന്ന് പറയുമ്പോൾ അത് ജഡ്ജ്മെന്റിന്റെ സമയത്ത് ഒരു ഹാക്കിം എന്തൊക്കെ ശ്രദ്ധിക്കണം, അതാണ് ജുഡീഷ്യൽ പ്രോസസ്. അതും നമ്മുടെ ഖുർആനിൽ നിന്ന് വന്ന് ഫുഖഹകൾ കൃത്യമായി വിശദീകരിച്ച് ഫിഖിന്റെ കിതാബുകൾ നമുക്ക് കാണാം. അതിൽ നിന്നൊക്കെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കൃത്യമായിട്ടും ക്രിമിനൽ ലോ ബേസ് ചെയ്തുകൊണ്ടുള്ള ശിക്ഷാ രീതികളിലെ ചില വിവാദങ്ങൾക്കുള്ള മറുപടിയായി, അതുപോലെ തന്നെ ചില താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഇന്ത്യൻ അല്ലെങ്കിൽ കോമൺ ലോ സിസ്റ്റം, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ക്രിമിനൽ ലോ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് സിസ്റ്റമിലുള്ള ചില ബേസിക് ആയിട്ട് വരുന്ന പ്രിൻസിപ്പിൾസും അതിൽ വരുന്ന ചില കാര്യങ്ങൾ കമ്പാരിഷൻ പറഞ്ഞ് ആ ഒരു ഏരിയയിലേക്കാണ് ഞാൻ നമ്മുടെ ചർച്ച കൊണ്ടുപോകുന്നത്. ഇസ്ലാമിന്റെ ശിക്ഷാരീതി പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞു ക്രിമിനൽ ലോ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇസ്ലാമിന്റെ ശിക്ഷാരീതി പറയുമ്പോൾ ഒരിക്കലും അത് ഒരു വ്യക്തി നിർമ്മിതമല്ല. കൃത്യമായി ഒരു തോന്നിയതുപോലെ ഇവിടെ പഴയ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചത് കോഡിഫിക്കേഷൻ ഓഫ് ലോ ആയിരുന്നു. നിയമം കോഡിഫൈ ചെയ്യുക. കാരണം ഒരു കുറ്റത്തിന് വ്യത്യസ്തമായ ശിക്ഷകൾ നടന്നിരുന്ന കാലം. നമ്മളൊക്കെ ചെറിയ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചതാണ്, ശിക്ഷാരീതികളിലൊക്കെ. രാജാവ് ചെയ്താൽ ഒരു കുറ്റമാണ്, അതുപോലെ തന്നെ പ്രജ ചെയ്താൽ ഒരു കുറ്റമാണ്. രാജാവിന് പൂർണ്ണമായും ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നു. അവര് പ്രിവിലേജ്ഡ് കൗമാണ്. അങ്ങനെ അതേ സമയത്ത് കൃത്യമായിട്ടുള്ള പണ്ട് മുതലേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുമ്പോൾ തന്നെ കോഡിഫിക്കേഷൻ ആയിട്ടാണ് നമ്മുടെ മതം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ശിക്ഷ കൊടുക്കുമ്പോൾ എന്തായാലും അതിൽ കൃത്യമായ നിയമം ഉണ്ടായിരിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം ഉള്ളത്, അങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശിക്ഷാരീതി. അതിന്റെ അടിസ്ഥാനമാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അമാക്കാന റബ്ബുക ശിക്ഷാ നടപടികൾ അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കി വരുന്നത് അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമായി പറയാണ്, വമാ കാന റബ്ബുക മുഹ്ലികൽ ഖുറാ ഹത്താ നബഅസ ഫീ ഉമ്മിഹാ റസൂലൻ യത്ലു അലൈഹിം ആയാതിനാ വമാ കുന്നാ മുഹ്ലികൽ ഖുറാ ഇല്ലാ ലഹാ ളാലിമൂൻ. അപ്പൊ നമ്മൾ ഒരു റസൂലിനെ അയക്കും. റസൂൽ എന്ന് പറയുമ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിയമങ്ങൾ എന്താണ്. ഒരു റെപ്രസെന്റേറ്റീവ് എന്താണ് നിയമം എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എന്താണ് സിവിൽ, എന്താണ് ക്രിമിനൽ, ഇങ്ങനെ ചെയ്താൽ എന്താണ്, എന്തൊക്കെ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു റസൂലിനെ അയച്ചിട്ടല്ലാതെ നിങ്ങളെ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മളത് ചർച്ച ചെയ്യുമ്പോൾ ഒരു കൃത്യമായ എക്സ്പ്രസ് ഒരു നിയമത്തെ അടിസ്ഥാനം. അതുകൊണ്ട് എല്ലാ ജഡ്ജ്മെന്റുകളിലെയും പ്രധാനപ്പെട്ട പാർട്ടാണ് റീസൺ ഫോർ ജഡ്ജ്മെന്റ്. റീസൺ കൃത്യമായി പറയും. അതിൽ ഇന്ന നിയമത്തിലെ ഇന്ന സെക്ഷൻ പ്രകാരം എന്ന് കൃത്യമായി പറയുമ്പോൾ, ഇതൊക്കെ ഈ അടുത്ത കാലത്തായി ഒരു 100 വർഷങ്ങൾക്കിപ്പുറം അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ നമുക്ക് ചരിത്രം പഠിച്ചു പോകുമ്പോൾ വളരെ അടുത്ത കാലത്താണ് നമ്മുടെ ഇങ്ങനെ കോഡിഫിക്കേഷൻ ഒക്കെ ഇന്ത്യയിൽ പ്രധാനമായും വന്നിട്ടുള്ളത്, മറ്റു കോമൺ ലോ രാജ്യങ്ങളിൽ. പക്ഷെ ഇസ്ലാമിക രാജ്യങ്ങൾ നോക്കിയാൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ക്രിമിനൽ ലോ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇങ്ങനെ ഇത് പറയുമ്പോൾ നമ്മുടെ ഇസ്ലാം, പരിശുദ്ധമായ ഇസ്ലാം എല്ലാ ഹറാമായ കാര്യങ്ങളെയും ക്രൈമായിട്ട് പരിഗണിക്കുന്നില്ല. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ രക്തം കുടിക്കുക, അത് ഹറാമാണ്, അത് ക്രൈമായിട്ട് പഠിക്കുന്നുണ്ടോ? അതേ സമയത്ത് ഒരു മനുഷ്യന്റെ അവന്റെ ഹവന്നസ്, അത് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അത് മറ്റൊരുത്തന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതാണ്. സപ്പോസ് സിന ചെയ്യുക എന്നുള്ളത് IPC സെക്ഷൻ 376 പറഞ്ഞിരുന്നത് സിനയുടെ കാര്യം. IPC 1860 ഇന്ത്യൻ പീനൽ കോഡ് 1860 ബ്രിട്ടീഷിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരായ ലോർഡ് മക്കളയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ പീനൽ കോഡ് നിർമ്മിച്ചത്. 1860 IPC അതാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്. പക്ഷെ അതിൽ എത്രയോ അമെൻമെന്റുകൾ നടന്നു. മനുഷ്യനിർമ്മിതമായതുകൊണ്ടാണ് അത്രയും അമെൻമെന്റുകൾ നടക്കേണ്ടി വരുന്നത്. ഒരൊറ്റ റേപ്പിന്റെ നിയമങ്ങൾ മാത്രം പറയാം. അതിൽ കൃത്യമായി പെനട്രേഷൻ നടന്നാൽ മാത്രമേ, ദുഹൂല് നടന്നാൽ മാത്രമേ റേപ്പ് എന്ന് പറഞ്ഞിരുന്നുള്ളൂ. ഏതുവരെ? 2012 ഒരു കേസ് വന്നു, ഡൽഹി റേപ്പ് കേസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, ഡൽഹി റേപ്പ് കേസ്. അതിൽ ക്രിമിനൽ അമെൻമെന്റ് ആക്ട് വന്നു 2013. അതില് ഒരുപാട് സെക്ഷനുകൾ ആഡ് ചെയ്തു. അതിനു മുമ്പും 1980, 85, 86 ഒരു മധുര റേപ്പ് കേസിലും, അതിനുശേഷം 2012 ഡൽഹി റേപ്പ് കേസ്, ബസ്സിൽ വെച്ച്
സുഹൃത്തിനൊപ്പം പോകുമ്പോൾ വളരെ ബ്രൂട്ടലായി റേപ്പ് ചെയ്യപ്പെട്ട ഡൽഹിയിൽ ആ കേസിലും നിയമങ്ങൾ കൊണ്ടുവന്നു, പുതിയ നിയമം. അതിൽ കൃത്യമായി പറയാം എന്തൊക്കെ സിനയിൽ പെടും. ആദ്യമൊക്കെ 2000 വരെ 2000 കാലങ്ങളിലൊക്കെ ദുഹൂല് മാത്രമായിരുന്നുണ്ടായിരുന്നതെങ്കിൽ ഈ 2000-ന് ശേഷമാണ് അവരെന്തൊക്കെ സിനയിൽ പെടുമെന്നുള്ളത് നിയമത്തിൽ ആഡ് ചെയ്യുന്നത്. പോക്സോ നിയമമുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, പോസ്കോ എന്നൊക്കെ പറയും, പോക്സോ നിയമം. അപ്പൊ അതിലും എന്തൊക്കെയാണ് സിനയായിട്ട് വരുന്നത്? ഒരു കുട്ടിക്കെതിരെയുള്ള ലൈംഗിക അധിക്ഷേപങ്ങൾ, സംസാരം പോലും, അവരെ നോക്കല് പോലും. പരിശുദ്ധ ഖുർആനിൽ പറയാണ് വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസഅ സബീല. അതിലേക്ക് അടുക്കുന്നത് പോലും സിനയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ശിക്ഷാ രീതികൾ, ഒരു മനുഷ്യന്റെ ഹവൻ നഫ്സ് മറ്റൊരാളുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന, അവന്റെ ആഗ്രഹങ്ങളിലൂടെ ചെയ്യുന്ന കുറ്റങ്ങൾ, ഖത്ല് എന്നുള്ളത്, മർഡർ, ഒരാളോട് ജീവിക്കാനുള്ള അവകാശത്തെ തന്നെ എടുത്തു കളയുന്നതാണ് ഖത്ല് എന്ന് പറയുന്ന കുറ്റം, ക്രൈം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് പരിശുദ്ധ ഇസ്ലാം ക്രൈമായിട്ട് പരിഗണിക്കുന്നത്. എല്ലാ ഹറാമായ ഫിഖ്ഹിൽ ഹറാമായ എല്ലാ കാര്യങ്ങളും ക്രൈം അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ എന്ന് പറയുമ്പോൾ എന്താണ് ക്രൈം? അതൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ക്രൈം? ഒരു ക്രൈമിനെ, കുറ്റം എന്താണ് എന്നുള്ളത് ഒരുപാട് പണ്ഡിതന്മാർ ഫിഖ്ഹിൽ ഡിഫൈൻ ചെയ്തതായിട്ട് കാണും. നമ്മൾ ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ ഓതുമ്പോ, അറ്റ്ലീസ്റ്റ് ഫത്ഹുൽ മുഈൻ ഓതുമ്പോ നമ്മൾ ഇയാനത്തെങ്കിലും എന്ത് ചെയ്യണം? ആ ബാബ് തുടങ്ങുന്ന സമയത്ത് ആ ബാബിലേക്ക് ഇങ്ങനെ എത്തിച്ചേരും. ഇയാനത്തിലൂടെ, ഇയാനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കതിനൊരു അടിസ്ഥാനം കിട്ടും. അതുകൊണ്ട് എല്ലാ ഫിഖ്ഹിന്റെ ഒട്ടുമിക്ക മസ്അലകളിലും ആദ്യം ഖുർആനാണ് ദലീലായി പറയുന്നത്, പിന്നെ ഹദീസ് പറയും, അതിന് ശാരിഹികൾ പറയും. ഒരു ആയത്ത് പറഞ്ഞാൽ അതിന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് പോലെ ഫുഖഹാക്കൾ അതിന്റെ ശാരിഹീങ്ങൾ അതിനെ വിശദീകരിക്കുന്നതാണ്. അപ്പൊ അവരെ ആദ്യമായി അവലംബിക്കുന്ന, ബേസിക്കായി കൊണ്ടുവരുന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ഇങ്ങനെ വന്നിട്ടാണ് അവര് ഫത്വകൾ പറയുന്നത്. ഫത്വകൾ എന്ന് പറയുന്നതാണ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ പ്രീസിഡന്റ് എന്ന് നമ്മൾ പറയും. അതും നിയമമാണ്, അതും അടിസ്ഥാനമാണ്. ഇന്ത്യൻ നിയമപ്രകാരം എഴുതി വെച്ച പുസ്തകങ്ങൾ മാത്രമല്ല, ഉന്നത കോടതികളുടെ, സുപ്രീം കോടതി, ഹൈക്കോടതി, മേൽക്കോടതികളുടെ വിധികളും നിയമമാണ് എന്ന് പറയുമ്പോൾ ഫത്വകൾ, അതാണ് ഫത്താവൽ ഹദീസിയ, ഫത്താവൽ കുബ്ര, അതൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അതൊക്കെ കേസുകളാണ് പറയുന്നത്. അതില് ഇബ്നു ഹജർ തങ്ങളായാലും പണ്ഡിതന്മാർ അതിന് മുസന്നിഫീങ്ങൾ വിശദീകരിക്കുന്നത് ഫത്വകൾ എന്ന് പറയുന്നത് കേസ്, അവരെ മുന്നിൽ വന്ന കേസുകൾ, അതിന് കൊടുത്ത ജഡ്ജ്മെന്റ്, ഓർഡർ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഫാക്ച്വലായിട്ട് അവര് ഫിഖ്ഹിനെ കണ്ടു. നമ്മളിപ്പോ പറയുന്ന ഫിഖ്ഹ് മുഖാറന എന്ന് പറയുന്നത് പണ്ട് അന്ന് മുതലേ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെയാണ് ഇന്ന് വരുന്ന ഫാക്റ്റുകളിലേക്ക് നമ്മൾ ടച്ച് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ക്രൈം എന്നതിലേക്കാണ് നാം പോകുന്നത്. എന്താണ് ക്രൈം? നേരത്തെ തന്നെ പറഞ്ഞു, ശറഅ് കൃത്യമായി നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങളെയാണ് നമ്മളൊരു ക്രൈം എന്ന് പറയുള്ളൂ. അതിന് കൃത്യമായ ശിക്ഷയും പറഞ്ഞിരിക്കണം. ജഡ്ജിന് തോന്നിയത് കൊടുക്കാം എന്നുള്ളതല്ല, കൃത്യമായി പണിഷ്മെന്റും. ക്രൈം എന്താണ്, പണിഷ്മെന്റ് എന്താണ്, കൃത്യമായി അതിന്റെ ഇൻഗ്രീഡിയൻസ് അടക്കം, എപ്പോഴാണ് ഒരു ക്രൈം ആകുന്നത് എന്നതടക്കം ആ സെക്ഷനിൽ പറഞ്ഞിരിക്കും. അതാണ് മഹ്ദൂറാത്തുൻ ശർഇയ്യ സജറല്ലാഹു തആല അൻഹാ ബിഹദ്ദിൻ ഔ തഹ്സീരിൻ. അപ്പം അതിനെ ഒരു ശർഇയ്യായ വിരോധനങ്ങളാണ്, ഫോർബിഡൻസ്. അത് അല്ലാഹു തആലയാണ് അതിനെ ഫോർബിഡ് ചെയ്യുന്നത്. ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ക്രിമിനൽ ലോ അല്ലെങ്കിൽ ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം മറ്റു കോമൺ ലോ സിസ്റ്റമിൽ നിന്നോ മനുഷ്യനിർമ്മിത സിസ്റ്റമിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വരുന്നു. അല്ലാഹു തആലയാണ് ഫോർബിഡ് ചെയ്തത്. അപ്പൊ കൃത്യമായി എന്തിലൂടെ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായിട്ട് ഹദീസുകൾ വരുന്നു. ഹദീസിൽ നിന്ന് കണ്ടുപിടിച്ച് മുജ്തഹിദീങ്ങളുടെ പറഞ്ഞ ഫുഖഹാക്കളിലൂടെ കൃത്യമായി അത് കോഡിഫൈഡ് ചെയ്ത വിഷയങ്ങളായിട്ടാണ് നമ്മൾ ക്രൈമിനെ ഇന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ജിനായാത്ത് എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളതിലേക്ക്
നമ്മളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായി ക്രൈമിന്റെ ഡെഫിനേഷൻ പറയുമ്പോൾ എല്ലാ കിതാബുകളും നമുക്ക് ആദ്യമായി അതിന്റെ താരീഫ് പറയുന്നതായി കാണാം. അപ്പൊ അല്ലാഹു തആല അതിനെ സജ്ർ ചെയ്ത കാര്യങ്ങളെയാണ് നമ്മൾ ക്രൈമായിട്ട് പരിഗണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു നിയമം ഉണ്ടായിരിക്കണം. ഇത് തന്നെയാണ് ഒരുപാട് പണ്ഡിതന്മാർ ഇതിനെ ജൂറിസ്റ്റുകൾ ക്രൈമിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് സർ വില്യം ബ്ലാക്ക് സ്റ്റോൺ. ഒരൊറ്റ ഡെഫിനിഷൻ മാത്രമാണ് പറയുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠന വിധേയമാക്കേണ്ട ഒരു ഏരിയയാണ് ക്രൈം എന്താണ്, അതിന്റെ എസെൻഷ്യൽസ് എന്താണ്, ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത്. അത് അദ്ദേഹം പറയുന്നത് ക്രൈം ഈസ് ആൻ ആക്ട്. എന്തുകൊണ്ട് ഈ ഡെഫിനിഷൻ എടുത്തു ചോദിച്ചാൽ ഇയാളെ പഠിക്കാൻ എളുപ്പമാണ്. ഈ ഡെഫിനിഷൻ പഠിക്കാൻ എളുപ്പമാണ്, ആളെ പേരും പഠിക്കാൻ എളുപ്പമാണ്. കാരണം ഞാനൊക്കെ പഠിച്ചത് ഹജറുൽ അസ്വദ് എന്നാണ്, ബ്ലാക്ക് സ്റ്റോൺ പഠിക്കുന്ന സമയത്ത് അങ്ങനെ എളുപ്പത്തിലുള്ള ചില ഡെഫിനേഷൻ. അതുപോലെ തന്നെ ഈ ഡെഫിനേഷനും നമ്മൾ കിതാബിൽ പഠിക്കുന്ന പോലെ ഡെഫിനേഷൻ മുറത്തമായിട്ടുള്ളത്. നോക്കുക, ക്രൈം ഈസ് ആൻ ആക്ട് കമ്മിറ്റഡ് ഓർ ഒമിറ്റഡ്. ക്രൈം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം വരും. ഒന്ന് ആക്ട് ആസ് വെൽ ആസ് ഒമിഷൻ, രണ്ടും ക്രൈമാണ്. കൽപ്പിച്ച ഒരു കാര്യം, അതാണ് നമ്മുടെ ഇസ്ലാമിന്റെ കൃത്യമായ ഫിഖ്ഹുകളിൽ കാണാം. കൽപ്പിച്ച ഒരു കാര്യം ചെയ്യരുത് എന്ന കാര്യം, വിരോധിച്ച ഒരു കാര്യത്തിന്റെ പ്രവൃത്തി, അതും തെറ്റാണ്, ക്രൈമാണ്. അതേപോലെ ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യത്തെ ചെയ്യാതിരിക്കൽ, ഓമിഷൻ, അതും ക്രൈമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ക്രൈം ഈസ് ആൻ ആക്ട് കമ്മിറ്റഡ് ഓർ ഒമിറ്റഡ്. അപ്പൊ ആക്ട് ഇൻക്ലൂഡ്സ് ഓമിഷൻ. ചെയ്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്ത, ഒഴിവാക്കിപ്പോയ ഒരു കാര്യമാണ്. ഇൻ വയലേഷൻ ഓഫ് പബ്ലിക് ലോ. അതാണ് പറഞ്ഞത് സജർ അല്ലാഹു തആല. അല്ലാഹു തആലയാണ്. ഇവിടെ പബ്ലിക് ലോ ആണ്, അവിടെ ഡിവൈൻ ലോ ആണ്. ഡിവൈൻ ലോ ആണെങ്കിലും മറ്റുള്ളവർ പറയുന്നത് പോലെ കുറെ ഫിലോസഫിയോ തത്വങ്ങളോ അല്ല. കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട, ഒരിക്കലും മാറ്റം, ഇതുവരെ മാറ്റം വരാതെ, ഇനിയും ഒരിക്കലും മാറ്റത്തിന് വിധേയമാക്കപ്പെടാത്ത ഒരു ബുക്കാണ്, ഒരു ലോ ആണ്, ഒരു ഗ്രന്ഥമാണ്, ഒരു അടിസ്ഥാനപരമായ നിയമവും അതിന്റെ വിശദീകരണങ്ങളുമാണ് നമ്മുടെ നിയമം എന്ന് പറയുന്നത്. ഇൻ ഫോർബിഡിങ് ഓർ കമാൻഡിങ്. ഫോർബിഡ് ചെയ്യുന്ന ഒരു കാര്യത്തെ കമ്മിറ്റ് ചെയ്തു, അതാ ലഫ് നശ്ർ മുറത്തബ് എന്ന് പറഞ്ഞത്. ഫോർബിഡിങ്, കമ്മിറ്റഡ്, ഫോർബിഡിങ് വൺ, ആൻഡ് ഒമിറ്റഡ്, കമാൻഡിങ് വൺ. കമാൻഡ് ചെയ്ത ഒരു കാര്യത്തെ ഒമിറ്റ് ചെയ്യുകയോ, ഇതിനെയാണ് നമ്മൾ ക്രൈം എന്ന് പറയുന്നത്. ഒരു പരിശുദ്ധമായ ഇസ്ലാമിൽ നമ്മുടെ ഫിഖിന്റെ കിതാബുകളിലൊക്കെ നമ്മുടെ ക്രൈം എന്ന് പറയുന്ന ഏറ്റവും ഫത്ഹുൽ മുഈനിലെ ഒരു ഭാഗം ഞാൻ കാണിക്കാം. ക്രൈം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്നത്. ഒരാൾ ക്രൈം ചെയ്തു അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ, ആൻ ആക്ട് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം അതിൽ പ്രധാനമായിട്ടും വേണം. ആക്ടസ് റിയസ് നോൺ ഫാസിട്രിയം നിസിമെൻസിട്രിയ, നിയമത്തിലെ ഒരു മാക്സിമം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒരാൾ കുറ്റം ചെയ്തോ ചെയ്തിട്ടില്ലേ എന്ന് കണക്കാക്കണമെങ്കിൽ, ഒരാൾ ക്രൈം ചെയ്തു എന്ന് പറയണമെങ്കിൽ പ്രധാനമായും രണ്ട് കാര്യം ആവശ്യമാണ്. നമ്മൾ ഈ താരീഫിൽ നിന്ന് മനസ്സിലാക്കിയത് നമ്മുടെ കിതാബുകളിലൂടെ പറയുന്ന രണ്ട് കാര്യമാണ്. ഒന്ന് ആക്ടസ് റിയസ് മെൻസ് റിയ, ഗിൽറ്റി ആക്ട് ആൻഡ് ഗിൽറ്റി മൈൻഡ്. എന്താണ് ആക്ടസ് റിയസ് എന്ന് പറഞ്ഞാൽ? ഒന്ന് ഫിസിക്കൽ എലമെന്റ് ആണ്. നമ്മൾ കൈകൊണ്ട് അടിക്കുന്നു, ഒരാൾ ഭക്ഷണം കൊടുക്കൽ നിർബന്ധമായ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, ഇതിനെയൊക്കെ നമ്മൾ ഫിസിക്കൽ ആക്ട് ആയിട്ട് കണക്കാക്കാം. രണ്ടാമത് മെന്റൽ എലമെന്റ് ആണ്. നമ്മൾ മെൻസ്രിയ, കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയും, കുറ്റം ചെയ്താൽ ഇങ്ങനെ പരിക്കുണ്ടാകുമെന്ന, മരിക്കുമെന്ന അറിവോടുകൂടിയും, ഉത്തമ ബോധ്യത്തോടുകൂടിയും മരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വെട്ട്, കത്തി കൊണ്ട് ഇന്ന സ്ഥലത്തേക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു കുത്തി കൊലപ്പെടുത്തി, ഇത്ര സംഭവം ഉണ്ടായിരിക്കണം. അതാണ് ഫത്ഹുൽ മുഈനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ തുടക്കം ബാബുൽ ജിനായത്തി പറയാൻ അംദ്, ശിബ്ഹ് അംദ്, ഖത. കാരണം അംദ് എന്ന നിലക്കാണ് നമ്മൾ ശിക്ഷാ രീതിയിലേക്ക് വരാൻ. അംദ് എന്ന നിലക്ക് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഒന്നാമത് ഫീൽ ഉണ്ടായിരിക്കണം. അൽ ഫീലുൽ മുസ്ഹിഖു എന്ന് പറഞ്ഞാൽ ഫോർബിഡായ പ്രവൃത്തിയാണ്, കൊല. ഇത് ആദ്യമായി പരിശുദ്ധമായ ഈ നമ്മുടെ ഫിഖ്ഹി സിസ്റ്റമിൽ ആദ്യമായി ഏറ്റവും വളരെ മാരകമായ ഒരു കുറ്റമാണ്, ഏറ്റവും സമൂഹത്തിനെതിരായ ഏറ്റവും വലിയ പ്രവൃത്തിയായ ആണ് ആദ്യമായി കൊണ്ടുവരുന്നത് ഖത്ല്,
കൊലയെ കുറിച്ചാണ്. അത് വളരെയേറെ എന്താണ് ബുദ്ധിമുട്ടുള്ള മറ്റു ക്രൈമിനെ പോലെ ഒന്നുമല്ല കൊല എന്ന്. ഒരു മനുഷ്യനെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ടാണ് അത്രയേറെ ശിക്ഷാ രീതി പരിശുദ്ധമായ ഇസ്ലാം അതിന് കൊടുക്കുന്നത്. അപ്പൊ ലാ ഖിസാസ ഇല്ലാ ഫി അംദിൻ, അംദിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഫെയില് വേണം. ഫീല് മാത്രം പോരാ, അയാളെ ആ വ്യക്തിയെ, കൊല്ലപ്പെടുന്ന വ്യക്തിയെ കസ്ത് കൂടി വേണം. ദുൽമൻ നിലക്ക് എന്ന് പറഞ്ഞാൽ ഗിൽറ്റി മൈൻഡ്. ദുൽമൻ നിലക്ക് അയാളെ കൊല്ലണമെന്ന കസ്തോടു കൂടിയാണ് ഫീൽ ഉണ്ടാവേണ്ടത്. അപ്പം ഒരാൾ എങ്ങനെ ഇത് മനസ്സിലാക്കാം? കസ്തുണ്ടോ ഇല്ലേ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് ആക്ട് മനസ്സിലാക്കാം. ആക്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എങ്ങനെ? ആക്ട് 3 തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. സജർ അല്ലാഹു തആല അടിസ്ഥാനപരമായിട്ട് ഫിഖ്ഹിൽ പറഞ്ഞ് കൃത്യമായി പറഞ്ഞ ആക്ടുകൾ, ആക്ട് ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ ചെയ്താലാണ് എന്ന് വരുന്നത്. അപ്പൊ ഈ നിയമമുള്ളത് മനുഷ്യർക്കാണ്. ആക്ട് ഓഫ് ഹ്യൂമൻ ബീയിങ്. ആക്ട് ഷുഡ് ബി കോസ് ഇഞ്ചുറി ടു അതേഴ്സ്. മറ്റുള്ളവനെ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു മഖ്സദിനെ, മറ്റുള്ള ഒരാളുടെ ഏതെങ്കിലും ഒരു മഖ്സദിനെ അയാളുടെ ഇൻഫ്രിഞ്ച് ചെയ്യുന്നതായിരിക്കണം ഈ ആക്ട്. 3ാമത് ആക്ട് ഫോർബിഡൻ ബൈലോ, കൃത്യമായ നിയമം പറഞ്ഞ ഒരു ആക്ട് ആയിരിക്കണം. ഇങ്ങനെയുള്ള ആക്ട് ഗിൽറ്റി മൈൻഡോട് കൂടി ചെയ്യണം, അംദ് നിലക്ക് ചെയ്യണം. അംദ് നിലക്കെന്ന് ചെയ്ത അതാണ് ഇവിടെ പറഞ്ഞത്. ഖസ്തു ഫീലിൻ ദുൽമൻ, ഷഖ്സിനെ തന്നെ കരുതണം. അപ്പൊ ഖത്വ് പോയി. മിസ്റ്റേക്കിലൂടെ സംഭവിച്ചാൽ എന്തിൽ പെടൂല? കുറ്റം ആയിട്ട് വരൂല. മെൻസറി ഉണ്ടായിരിക്കും. കൊല്ലാനുള്ള ഉദ്ദേശം തന്നെ ഉണ്ടായിരിക്കണം. അയാളെ പിടിച്ചു വെച്ച് കൈവെട്ടാനായിരുന്നു. അപ്പൊ അദ്ദേഹം മരിച്ചുപോയി. ഗാലിബൻ നിലക്ക് മരിച്ചു പോകുന്ന കാര്യം ഇതിനങ്ങോട്ട് ഫുൾ കൃത്യമായിട്ട് ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ നിയമ പുസ്തകത്തിൽ, ക്രിമിനൽ ലോയുടെ പുസ്തകത്തിൽ എങ്ങനെയാണോ മെൻസറിയെയും ആക്ടസിനെയും വിശദീകരിക്കുന്നത്, അതിനേക്കാൾ വ്യക്തമായിട്ട് ഓരോ സംഭവങ്ങൾ പറഞ്ഞ് ഒരാൾ ഒരു ലബിയാണ്, മാനാണെന്ന് വിചാരിച്ച ഒരു മനുഷ്യനെ ഷൂട്ട് ചെയ്തു, അതെന്തിൽ പെടും? കൃത്യമായി ഫത്തുൽ മുനിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഖത്താണോ ശിബ് അന്താണോ എന്നുള്ളത്. അപ്പൊ കൃത്യമായി ഇങ്ങനെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടിയും, അത് മാത്രമല്ല സാധാരണഗതിയിൽ ആ ആക്ട് ആ ഉദ്ദേശിച്ച കാര്യത്തിന് മതിയായതായിരിക്കണം. ഒരാളെ കൈവെട്ടിയാൽ സ്വാഭാവികമായിട്ട് മരണപ്പെടും. അതുകൊണ്ട് കൃത്യമായി ഫത്തുൽ മുഈനിൽ തന്നെ പറയുന്നു, മർമ്മത്തിലേക്കായിരിക്കണം. ഏതൊക്കെയാ മർമ്മങ്ങൾ? ഫത്തുൽ മുഈനിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഫിഖിന്റെ അടിസ്ഥാനപരമായി നമ്മൾ റെഫർ ചെയ്യുന്ന കിതാബ് ആയതുകൊണ്ടാണ് ഞാൻ ഫത്തുൽ മുഈനെ തന്നെ ഇവിടെ എടുത്ത് ഉദ്ധരിക്കുന്നത്. അതിൽ വലിയ അജബുണ്ട്. അത് നാളെ വരും. എന്താണ് അജബ് എന്നുള്ളത്? കഴിഞ്ഞില്ലല്ലോ ക്ലാസ്. സർപ്രൈസ് ആണ്. ബിഗ് ബില്യൺ ഡേയ്സ് പോലെ നാളെ വരും. എന്താണ്? നാളെ തന്നെ തുടങ്ങുന്നു. ഇനിയോ? അപ്പൊ അതില് കൃത്യമായി പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ. അപ്പൊ കൊല്ലാനുള്ള ഉദ്ദേശം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഈ ആക്ട് ഇയാൾ സ്വന്തം ആണോ ചെയ്തത്? അപ്പം ഒരാളെ നിർബന്ധിപ്പിച്ച് ചെയ്താൽ അതൊരിക്കലും എന്തിൽ പെടൂല. അതുപോലെ തന്നെ ഒരു കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ കുട്ടി ഒരിക്കലും കുട്ടികൾക്ക് ശിക്ഷയില്ല. ഭ്രാന്തന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട്. ജനറൽ എക്സെപ്ഷൻ എന്ന് പറയും. നമ്മൾ കോമൺ ലോ സിസ്റ്റമിൽ ജനറൽ എക്സെപ്ഷൻ എന്ന് പറയും. ഇതൊക്കെയാണ് ക്രൈമിന്റെ ഡെഫിനേഷൻ ആയിട്ട് വരുന്നത്. നമ്മൾ വ്യാഖ്യാതമായ ഒരു കേരളത്തിൽ നടന്ന ഒരു കേസിലാണ് ഗോവിന്ദസ്വാമിയുടെ കേസ്. കേട്ടോ? സൗമ്യ വധക്കേസ്. സൗമ്യ വധക്കേസിൽ 2 മുറിവുകളാണ് ഉണ്ടായത്. 2 മുറിവുകളിൽ ആദ്യത്തെ കീഴ്ക്കോടതി ട്രയൽ കോർട്ട് ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഹൈക്കോടതി അതിന് സമ്മതം മൂളി. സുപ്രീം കോടതിയിൽ സമ്മതം മൂളി. അവസാനം റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടാണ് അയാളുടെ വധശിക്ഷ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാ കാരണം? നിലക്കാണെങ്കിലും അവിടെ എന്തുണ്ടായിരുന്നില്ല? ദുൽമൻ എന്ന് പറഞ്ഞാൽ ഖസ്ദുൽ ഫീൽ ഉണ്ടായിരുന്നില്ല. അൽ ഫീൽ ഖത്ൽ, ഖസ്ദുൽ ഖത്ൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? ഗാലിബൻ നിലക്ക് അതാണ് നോക്കുന്നത്. 2 മുറിവുകളാണ് ഉണ്ടായത്. 1ാമത്തെ മുറിവ് ഈ സൗമ്യയെ, ആ കേസ് അറിയാലോ എല്ലാവർക്കും, കമ്പാർട്ട്മെന്റിലേക്ക് പിടിച്ച് ഇടിച്ചപ്പോൾ ഉണ്ടായ മുറിവ്. അതാരാണ് ഉണ്ടാക്കിയത്? ഈ പ്രതിയാണ്, മുത്തഹമാണ്. ഇനിയോ 2ാമത്തെ മുറിവ് ഇവൾ എടുത്തു ചാടിയപ്പോൾ വന്ന മുറിവാണ്. ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് വന്നാൽ, എക്സ്പേർട്ട് റിപ്പോർട്ട് വന്നു, മരണകാരണം 2ാമത്തെ മുറിവാണ്. അപ്പൊ 1ാമത്തെ മുറിവ് സ്വാഭാവിക ഗാലിബൻ നിലയ്ക്ക്
അങ്ങനെയുള്ളൊരു മുറിവുണ്ടായാൽ ഗാലിബ് എന്ന നിലക്ക് എന്ത് ചെയ്യൂല, മരണപ്പെടൂല. ഇനി അങ്ങനെ ഒരാൾ നോക്കാതെ ഒരാൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഗാലിബ് എന്ന നിലക്ക് മുറിവുണ്ടാവില്ല. ഒരാൾ റോഡ് സൈഡിൽ വീണു, അല്ലെങ്കിൽ അങ്ങനെ ആരും കാണാതെ ചോരയൊക്കെ വാർന്നൊലിച്ചു മരിക്കൂലേ, അങ്ങനെയുള്ളതോ അത് ശിബ് ഹംദിൽ കൊടുത്തു. കൃത്യമായി നമ്മുടെ ഫത്തുൽ മുഈനിൽ അങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ഇന്ന് പോയിട്ട് എന്ത് ചെയ്യാ, റെഫർ ചെയ്യും. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ അങ്ങനെ ആദ്യത്തെ അപ്പൊ ഇയാൾ പിന്നെ എന്താണ് ചെയ്തത്, തെഫ്റ്റാണ്, അറ്റംപ്റ്റ് ടു തെഫ്റ്റ് ഉണ്ടായിരുന്നു. ഇവള് ചാടിയപ്പോ ഇവരെ റേപ്പ് ചെയ്തു, റേപ്പിനുള്ള ശിക്ഷ കൊടുത്തു, അറ്റംപ്റ്റ് ടു തെഫ്റ്റിനുള്ള ശിക്ഷയും കൊടുത്തു. കൊലക്കുറ്റം എന്തല്ല ഗാലിബ് എന്ന നിലക്ക് ആ മുറിവ് കൊണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഫീല് തന്നെ അന്ത നിലക്ക് എന്താണ് ശിബ് അന്ത ഹത്ത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ നേരെ ശിക്ഷാ രീതിയിലേക്ക് വരാം. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ ഒരു 6-ാം നൂറ്റാണ്ടിലെ നിയമം എന്ന് പറഞ്ഞ് അർത്ഥശൂന്യമായ വിഷയം പറഞ്ഞ പോലെ അർത്ഥശൂന്യമായ വിവാദങ്ങളിലേക്കാണ്. വേറൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഉള്ളത് കൊണ്ട് പിടിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവർക്കുള്ള എന്താ, ഒരു കത്തി കണ്ടു, അല്ലെങ്കിൽ ഒരു ഗണ്ണ് കണ്ടു, ഒരാളെ കൊല്ലുന്നത് കണ്ടു, എന്തിനാ എങ്ങനെയാ എന്നുള്ളതൊന്നും. അപ്പൊ അതിലേക്കാണ് 6-ാം നൂറ്റാണ്ട് എന്നൊക്കെ വരുന്ന ഒരു ഇന്ത്യയിലെ ശിക്ഷകളിലെ ഏറ്റവും ഒന്നാമത്തതാണ് ഖിസാസ് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ശരീഅത്തിലാണ് നമ്മൾ ഇന്ത്യൻ നിയമത്തിൽ അതിനെ ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയും. മറ്റു ശിക്ഷാ രീതികളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ലൈഫ് ഇംപ്രിസൺമെന്റ് ഉണ്ട്, ജീവപര്യന്തം. അതുപോലെ തന്നെ റിഗറസ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ സിമ്പിൾ ഇംപ്രിസൺമെന്റ്. റിഗറസ് എന്ന് പറഞ്ഞാൽ എന്താ, കഠിന തടവ് എന്ന് പറയും. അവിടെ ജോലിയൊക്കെ കൊടുക്കല ജയിലിൽ, നല്ല എന്താണ് പച്ചക്കറി ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഇത് ചപ്പാത്തിയൊക്കെ നല്ല റിഗറസ് ആണ്. കുറച്ചും കൂടി എന്താണ് തടിച്ചു പോയിക്കണം, അങ്ങനെയുള്ള ഇതാണ്. അപ്പൊ ഇനി ഇന്ത്യൻ നിയമപ്രകാരം അതുപോലെ തന്നെ ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, ചില 1-2 കുറ്റങ്ങൾക്കാണ് ഒരാളുടെ മുതൽ എന്ത് ചെയ്യൽ, ക്രിമിനൽ ലോ തന്നെ പറഞ്ഞാൽ, ജിനായത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഉഖൂബത്താ ശിക്ഷ. എന്തിനാണ് ഈ ശിക്ഷ കൊടുക്കുന്നത്? ശിക്ഷയുടെ അടിസ്ഥാനം എന്താണ്? ആദ്യമായിട്ട് പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ വരുന്ന ഒന്നാമത്തെ വിവാദം അല്ലെങ്കിൽ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇസ്ലാം ഒരു അനുഗ്രഹത്തിന്റെ മതമല്ലേ? അത് കിതാബുകളിലൊക്കെ ചർച്ച ചെയ്ത് കാണാം. ജിനായത്ത് പറയുന്നിടത്ത് ഉഖൂബത്ത്, എന്തിനാണ് ശിക്ഷ കൊടുക്കുന്നത്, ലോജിക് ഓഫ് പണിഷ്മെന്റ്. റഹ്മത്തിന്റെ മതത്തിൽ എന്തിനാ ഇത്രയും ക്രൂരമായ ശിക്ഷകൾ കൊടുക്കുന്നത്? അപ്പൊ അതിനെ വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. റഹ്മത്ത് എന്ന് പറയുന്നതിന്റെ ഒരു മുസാവിയിലാണ് ഉഖൂബത്ത് നിൽക്കുന്നത്. ഒരാളുടെ ഒരു അവകാശത്തെ എടുത്തു കളഞ്ഞാൽ ആ ചെയ്ത ആള് അതേപടി ശിക്ഷിക്കുമ്പോഴാണ് അവിടെ റഹ്മത്ത് അല്ലെങ്കിൽ ജസ്റ്റിസ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ശിക്ഷകൾ നടപ്പിലാക്കുന്നത്. മറ്റു പല കാരണങ്ങളും പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായ റഹ്മത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതല്ല, റഹ്മത്തിന്റെ മുസാവിയായിട്ട് നിൽക്കുന്ന, ഈക്വലായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഉഖൂബത്തിനെ കണക്കാക്കിയിട്ടുള്ളത് ഇസ്ലാം. അങ്ങനെ കൊടുത്താൽ മാത്രമേ വിക്ടിം, ഇരക്ക് എന്ത് കിട്ടുള്ളൂ, വിക്ടിമിന് എനിക്കൊരു നീതി കിട്ടുകയുള്ളൂ. നീതി എന്താണ്? നീതി ലഭിക്കുന്നത് എങ്ങനെ? നീതി ന്യായ കോടതിയാണ്. ന്യായങ്ങളിലൂടെയാണ് നീതി. ന്യായങ്ങൾ വാദിച്ച് ന്യായീകരിക്കുക, നിന്റെ വാദത്തെ ന്യായീകരിക്കുക. വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്, വെദർ ഇറ്റ് ഈസ് ഫാക്ട് ഓർ നോട്ട്. അത് നമ്മൾ അവസാനത്തിലേക്ക് നടപടിക്രമങ്ങളിലെ താരതമ്യം പറയുമ്പോൾ ഇസ്ലാമിന്റെ കോടതികളിലെ നിയമങ്ങളും അത് തന്നെയാണ്, നടപടിക്രമങ്ങൾ. അതിലേക്ക് വരും, ഞാൻ അവസാനമായിട്ട് ഞാൻ വരുന്ന സമയത്തൊന്ന് സൂചിപ്പിക്കും. ഇനിഹോ, അപ്പൊ ആദ്യമായി വരുന്ന മറ്റൊരു വിഷയമാണ് ഖിസാസിന്റെ വിഷയം. അതിൽ ഒന്ന്, ലോകരാജ്യങ്ങളിലെ 55% രാജ്യങ്ങളും ക്യാപിറ്റൽ പണിഷ്മെന്റിനെ അബോളിഷ് ചെയ്തിട്ടുണ്ട്. 1970-കൾക്ക് ഇപ്പുറം പല രാജ്യങ്ങളും അതിനെ അബോളിഷ് ചെയ്തു. കാരണം അത് ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം, മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് അവർ കണ്ടെത്തിയത്. ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്നു. IPCയിൽ തന്നെ 10-ൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇന്ത്യൻ പീനൽ കോഡിലും മറ്റു ശിക്ഷാ നിയമങ്ങളിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയി 2020 അമെൻമെന്റ് വന്നു. പോക്സോ ആക്ട്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണ നിയമത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്
വധശിക്ഷ കൊണ്ടുവന്നു. 6-ാം നൂറ്റാണ്ടിലേക്ക് ഇപ്പാണ് പോകുന്നത്. നമ്മള് 6-ാം നൂറ്റാണ്ടിലെ അതൊരു പവറാണ്. ഇന്നും എന്ത് ചെയ്യുന്നുണ്ട് ഈ വാദിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് വധശിക്ഷ നടപ്പിലാക്കി വരുന്നുണ്ട് ഇന്ത്യയിൽ. ഈ അടുത്തും നടപ്പിലാക്കി വധശിക്ഷ. പക്ഷെ ഇസ്ലാമിന്റെ ശിക്ഷാ രീതികളിലെ ഖിസാസ് കാണുമ്പോഴാണ് ഇവർക്കതൊരു ചോരയായിട്ടോ അവകാശങ്ങളായിട്ടൊക്കെ കാണുന്നത്. മറ്റു 45% വരുന്ന രാജ്യങ്ങളിൽ ഇന്നും പല കുറ്റങ്ങൾക്കായി അത് നടപ്പിലാക്കി വരുന്നുണ്ട് ഖിസാസ് എന്നുള്ളത്. അപ്പൊ ഇസ്ലാമിൽ ഖിസാസ് മാത്രമല്ല, എന്തുകൊണ്ട് നമ്മൾ ഖിസാസ് എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിലെ ഖിസാസിനെ കുറിച്ച് അടിസ്ഥാനപരമായ ലോജിക് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു, വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്. അത് തന്നെയാണ് ഉഖൂബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മറ്റൊരാളോട് ചെയ്ത അദ്ദേഹം അനുഭവിക്കുമ്പോഴാണ് നീതിയാകുന്നത്. മറ്റൊരടിസ്ഥാനം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ വിശ്വാസപ്രകാരം ഖിസാസ് എടുക്കുക അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുക എന്നുള്ളത്, ഒരാൾക്ക് ശിക്ഷ കിട്ടിയാൽ പിന്നെ അതിനെ കുറിച്ചൊന്നും ഉണ്ടാവില്ല. ആഖിറത്തിൽ അയാൾ ഇന്നസെന്റ് ആണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടങ്ങനെ. ഒരു ശിക്ഷ കഴിഞ്ഞ് വന്നാൽ അയാളെ സമൂഹം എന്ത് ചെയ്യരുത്, മാറ്റി നിർത്തപ്പെടരുത്. യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്നും നിലനിൽക്കുന്ന സിസ്റ്റം എന്താ അറിയാം? യൂറോപ്യൻ സ്ത്രീകളുമായി മോറൽ ടർപ്പിറ്റ്യൂഡ് എന്ന് പറയും. റേപ്പ് പോലത്തെ കുറ്റങ്ങൾ ചെയ്തു വന്ന ഒരാൾ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ നാട്ടില് ബോർഡ് വെക്കും, ഇന്ന ശിക്ഷത്തെ അനുഭവിച്ച ഇന്ന ആള്, അയാൾക്ക് അതിനേക്കാളും നല്ലത് എന്താണ്, ഇന്ന ആള് ഇന്ന നാട്ടിൽ നിന്ന് ഇന്ന ശിക്ഷ അനുഭവിച്ചിറങ്ങുന്നുണ്ട്. ഓൾറെഡി ജയിലിൽ നിന്ന് നല്ല റാഗിങ് കിട്ടിയിട്ടുണ്ടാവും. നാട്ടിലെത്തിയാൽ ആരെങ്കിലും സ്വീകരിക്കും? ആൾക്കൊരു ഒരു അഡ്രസ്സും ചാർത്തി, ഒരു ടൈറ്റിലും, ഇന്ന ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്നവർ. അപ്പൊ അദ്ദേഹത്തിന്റെ മേലൊന്നും ചാർത്തപ്പെടുന്നു. പല രാജ്യങ്ങളിലും ഉണ്ട്. അവരെ ആ നാട്ടിൽ വേറെ ദൂരെ ഏതെങ്കിലും നാടുകളിൽ പോയി താമസിക്കാം. പല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. പക്ഷെ പിന്നെ ഒരു മുത്താലബത്ത്, അവർക്ക് ഇതൊരു മാനസികമായി അവരനുഭവിക്കുന്ന ടോർച്ചർ എത്രയാണ്. അപ്പൊ ഒരു ശിക്ഷ അനുഭവിച്ചാൽ ശിക്ഷയുടെ മറ്റൊരു ലോജിക്കാണ് ലാ തബ്ഖ മുത്താലബത്തുൻ ഉഖ്റവിയ്യ. നമ്മുടെ വിശ്വാസപ്രകാരം പിന്നെ അവർക്ക് അതിന്റെ മേലൊരു ലയബിലിറ്റി ബാക്കിയാകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. അപ്പൊ പണിഷ്മെന്റിന്റെ രീതിയിൽ ഏറ്റവും പല ശിക്ഷാരീതി, ഖിസാസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പല ശിക്ഷകൾക്കും ഇന്ന് നടപ്പിലാക്കി വരുന്നുണ്ട്. വധശിക്ഷ എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിലെ മാത്രമല്ല, അത് ഏതാണോ ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് നോക്കിയിട്ടാണ് നടപ്പിലാക്കി വരുന്നത് എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇന്ത്യൻ നിയമപ്രകാരം അജ്മൽ കസബിനെ തൂക്കിലേറ്റില്ലേ? എന്താണ് കുറ്റം? രാജ്യത്തിനെതിരെയുള്ള വേജിംഗ് വാർ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ ഉള്ള നാഷണൽ സെക്യൂരിറ്റിയാണ്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെയുള്ള കേസുകൾക്ക് ഇന്ന് നടപ്പിലാക്കുന്നുണ്ട്. ടാഡ പോട്ടോ പോലത്തെ ആക്ടുകളുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിനെതിരെ വരുന്ന കുറ്റങ്ങളിലുണ്ട്, വധശിക്ഷക്കുണ്ട്. അങ്ങനെ പോക്സോ, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിനും ഇനി പുതിയ നിയമങ്ങളും കൂടി വരുന്നുണ്ട്. ആ നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതാൻ പോവാണ്. ക്രിമിനൽ നിയമത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അതിലൊക്കെ ഈ സംഭവം ഉണ്ട് എന്നുള്ളതിലേക്കാണ് പോകുന്നത്. അത് ഒരു മനുഷ്യാവകാശ ലംഘനത്തിനപ്പുറം വിക്ടിമിലേക്ക് നോക്കുകയാണെങ്കിൽ അതില് വലക്കും ഫിൽ ഖിസാസി ഹയാത്ത് എന്നുള്ളതാണ് ഖിസാസിന്റെ ലോജിക് എന്ന് പറയുന്നത്. മറ്റു ശിക്ഷാരീതികളിലേക്ക് നമുക്ക് പോകാം. ഇതിന് നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാമിലെ ശിക്ഷാരീതികള് ഈ പറയുന്ന ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന തിയറീസ് ഓഫ് പണിഷ്മെന്റിന്റെ ഒരുപാട് തിയറികളുണ്ട്. ഫീനോളജി എന്ന് പറയുന്നത് ഈ ഒരു ശിക്ഷകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. വിക്ടിമോളജി, വിക്ടിമിനെ കുറിച്ച് പഠിക്കുന്നു. ക്രൈമിനോളജി, ഇതൊക്കെ വലിയ ഓരോ സെപ്പറേറ്റ് ഏരിയകളാണ്. അപ്പൊ തിയറീസ് ഓഫ് പണിഷ്മെന്റിൽ ഡിറ്ററന്റ് തിയറിയാണ് ഏറ്റവും നമ്മുടെ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇസ്ലാമിന്റെ ആ ശിക്ഷയുമുണ്ട്. അത് ശിക്ഷകളെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുറ്റം നോക്കിയിട്ടാണ് ശിക്ഷ നടപ്പിലാക്കുന്നത് എന്നാണ് അതിന്റെ തത്വം. വേറൊന്ന് റിട്രിബ്യൂട്ടീവ് തിയറി. പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി ഈ തിയറിയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഒരുപാട് ആയത്തുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ
അന്ന നഫ്സ ബിൻ നഫ്സി വൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫി. അതാണ് രണ്ടാമത്തെ തിയറി പറയുന്നത്. ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലെ പണിഷ്മെന്റിന്റെ അടിസ്ഥാനപരമായ തിയറികളെയാണ് ഇവിടെ പറയുന്നത്. അതിനെ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയും. an eye for eye, an eye for eye. അതിനാണ് റിട്രിബ്യൂട്ടീവ് തിയറി എന്ന് പറയുന്നത്. എന്താണോ നഷ്ടം വന്നത് അത് തിരിച്ചു കൊടുക്കുക. ഇത് പഴയ തിയറികളായിട്ടാണ് ഇതിനെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ഇതിന്റെ ഒക്കെ മിക്സ്ഡ് ആണ്. എന്ത് കുറ്റമാണോ ചെയ്തത് അതിലേക്ക് നോക്കിയിട്ടാണ് പണിഷ്മെന്റ് അപ്ലൈ ചെയ്യുന്നതെന്ന തിയറിയാണ് പരിശുദ്ധ ഇസ്ലാമിനുള്ളത്. അതുപോലെയാണ് പ്രിവെന്റീവ് തിയറി. ഒരാളെ ജയിലിൽ അടക്കുക. ഇന്ന് ജയിൽ സിസ്റ്റം ചില കുറ്റങ്ങൾക്കൊക്കെ ഓപ്പൺ ജയിൽ സിസ്റ്റമായി. ഓപ്പൺ ജയിൽ, അവർക്ക് ഫാമിലിയായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ അവർക്ക് ഒരു സെല്ലിൽ അടക്കൂല, ഓപ്പൺ ആണ്. അവിടെ അവരാണ് ഈ ചപ്പാത്തിയുടെ ഡോക്ടർ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അത് എന്താണ്, ഒരു ഓപ്പൺ സിസ്റ്റം. അവരവിടെ ജോലി എടുക്കാം, നിശ്ചിതമായ ശമ്പളമുണ്ട്. ഒരു നല്ല ജോലിയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം 60ഉം 80ഉം ഇപ്പൊ 120 ആക്കണമെന്ന് അറിയില്ല. അങ്ങനെ നല്ല ശമ്പളമൊക്കെ ഉള്ള ജോലിയാണ്. കുറെ വർഷമൊക്കെ കിട്ടിയവരൊക്കെ ആണെങ്കിൽ ഇറങ്ങുമ്പോൾ നല്ലൊരു പൈസ ഉണ്ടാവും, നല്ല എക്സ്പീരിയൻസ് ആയി ഉണ്ടാവും. നല്ല സാറന്മാരൊക്കെ ആണെങ്കിൽ ക്ലാസ് ഒക്കെ എടുക്കല അവിടെ ജോലി. നല്ല മൊയിലമാരൊക്കെ ആണെങ്കിൽ ഖുതുബക്ക് ഓതാം. അങ്ങനത്തെ ഒക്കെ ഉണ്ട് ചില. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓപ്പൺ ജയിൽ സിസ്റ്റം. അപ്പൊ ചില ശിക്ഷകൾക്ക് ഈ ജയിൽ റിഫോംസ് പറയുമ്പോൾ അവസാനമായി ഒന്ന് സൂചിപ്പിക്കാം. ജയിൽ റിഫോംസിലേക്ക് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധമായ ഇസ്ലാം എത്ര ഈ പുതിയ റിഫോംസ് ഒക്കെ വരുന്നതൊക്കെ അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ ഭരണകാലത്ത് മദീനയിൽ നടന്ന ശിക്ഷാരീതികൾ, അവിടെ കൊടുത്തിരുന്ന ജയിൽ സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഈ സിസ്റ്റമിലൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, മറ്റൊന്നാണ് റിഫോമേറ്റീവ് തിയറി. റിഫോം ചെയ്യുക. അയാൾ നല്ല ഒരു കുറ്റം ചെയ്തു പോയി, അതുകൊണ്ട് നീ എന്തായാലും നിന്റെ ആ മനസ്സിൽ ആ സമയത്ത് വന്നു പോയതാണല്ലോ, അതുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാം, അയാളെ സൈക്കോളജി അതുപോലെ തന്നെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് നല്ലവരായിട്ട് പുറത്തിറക്കാം. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫോളോ ചെയ്യുന്ന ഒരു തിയറി എന്ന് റിഫോമേഷൻ. റിഫോം ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് മറ്റൊരു തിയറിയാണ് കോമ്പൻസേറ്റീവ് തിയറി. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ തിയറി ആയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. കോമ്പൻസേറ്റ് ചെയ്യുക, വിക്ടിമിനെ കോമ്പൻസേറ്റ് ചെയ്യുക. ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു സമഗ്രത, നിയമത്തിലെ സമഗ്രതയിലേക്ക് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിൽ ദിയ പറയുന്നു, ബ്ലഡ് മണി സിസ്റ്റം അല്ലെ, അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് കോമ്പൻസേറ്റീവ് തിയറി എന്ന് പറയുന്നത്. ദിയ നിർബന്ധമാണ്. ബ്ലഡ് മണി കോമ്പൻസേറ്റ് ചെയ്യുക വിക്ടിം പ്രൊട്ടക്ഷൻ എന്ന കൺസെപ്റ്റ് പണ്ട് മുതലേ നടന്നു വരുന്നത് ഇസ്ലാമിക് ക്രിമിനൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമിലാണ്. വിക്ടിം പ്രൊട്ടക്ഷൻ അവർക്ക് നഷ്ടപരിഹാരം അത് ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ നടന്നു വരുന്നുണ്ട്. UAE-ലൊക്കെ അതിന് 2 ലക്ഷം ദിർഹംസ് ആണ് ഫിക്സ്ഡ് റേറ്റ്. സൗദി അറേബ്യയിലാണെങ്കിൽ 3-4 UAE-ൽ ഒരു വർഷമൊക്കെ ലീഗൽ അസിസ്റ്റന്റ് അഡ്വക്കേറ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു. അസിസ്റ്റന്റ് ലോയർ മുസായിദ് മുഹാമിയായിട്ട്. അപ്പൊ അവിടെ ഒക്കെ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ കാണാം. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ വിക്ടിമിലേക്ക് ഫോക്കസ് ചെയ്യുന്ന നിയമങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ മറ്റു രാജ്യങ്ങളിലെ ക്രിമിനൽ സിസ്റ്റം നോക്കൂ. ഒരാൾ വധിക്കപ്പെട്ടാൽ മഖ്തൂലിന്റെ അവസ്ഥ എന്താണ്? ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഇയാൾ അറസ്റ്റ് ചെയ്യുന്നത് മീഡിയ എന്ത് ചെയ്യും? കൊണ്ടുപോകുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നത്, ജാമ്യം കിട്ടുന്നത് വ്ളോഗർമാർ, മീഡിയകളൊക്കെ ഇതിലൂടെ. ആരെങ്കിലും ഈ കൊല്ലപ്പെട്ട ആളുടെ അവസ്ഥ എന്താണ്? സൗമ്യയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്? സൗമ്യയുടെ ഇൻകം എന്താണ്? വെദർ ഷി വാസ് സോൾ ബ്രെഡ് വിന്നർ ഓർ നോട്ട്. അവള് ഏക വരുമാനം കൊണ്ടുവരുന്ന ഒരു ആളായിരുന്നോ അല്ലേ? വീട്ടിലെ അവസ്ഥ എന്താണ്? ലോൺ ഉണ്ടായിരുന്നോ ഇല്ലേ? സാമ്പത്തിക സ്ഥിതി എന്താണ്? ഇങ്ങനെയുള്ള പിന്നെ നമ്മുടെ രാജ്യത്ത് കൺസോൾട്ടേറ്റീവ് ഫണ്ടുണ്ട് അല്ലെ? രാജ്യം ചിലപ്പം പ്രളയത്തിലൊക്കെ നഷ്ടപ്പെട്ടത് കൊടുക്കുന്നത് പോലെ ചില ബ്രൂട്ടലായ ഭരണങ്ങൾക്കൊക്കെ എന്ത് കൊടുക്കും? ചില നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുക്കും. അതുകൊണ്ടാണ് പുതിയ തിയറി ആയിട്ട് കൊണ്ടുവന്നതാണ്. പുതിയ തിയറിയാണ് കോമ്പൻസേറ്റീവ് തിയറി. പഴയ ശിക്ഷാ രീതികളിൽ നിന്നൊക്കെ മാറി കോമ്പൻസേറ്റീവ് തിയറിയിലേക്ക് വന്നു. പക്ഷെ പരിശുദ്ധ ഇസ്ലാം ഈ തിയറികളിലൊക്കെ മിശ്രിതങ്ങളായിട്ടാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ തിയറി നിൽക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അർത്ഥശൂന്യമാണ് വിവാദങ്ങൾ അർത്ഥശൂന്യമാണ്, പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഒരു വിക്ടിം കൊല്ലപ്പെട്ടാൽ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ
മറ്റൊരു വിഷയം, ഈ കൊല്ലപ്പെട്ടവരുടെ വിക്ടിമിന് വലിയ സുൽത്താനത്ത് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, വജഅൽനാ ലിവലിയിഹി സുൽത്താൻ. കൊല്ലപ്പെട്ടവരുടെ ആരാണോ മഖ്തൂല് അവരുടെ വലിയനിക്ക് നമ്മൾ എന്ത് കൊടുക്കും? അധികാരം കൊടുക്കും. എന്തിനുള്ള അധികാരമാണ്? അഫ്വിനുള്ള അധികാരമാണ്. നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലുള്ള സിസ്റ്റം, ക്രിമിനൽ ലോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചില ക്രൈം എന്ന് പറയുന്നത് രാജ്യത്തിനെതിരെയുള്ള കുറ്റമാണ്. അപ്പൊ വിക്ടിമിന്റെ ഫാമിലിക്ക് അതിലൊന്നും ഇടപെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ രാജ്യം നിയമം നിർമ്മിക്കുന്നു. സിവിൽ നിയമം പോലെ അല്ലല്ലോ ക്രൈം. ഞാൻ ഇയാളെടുത്തുനിന്ന് 5 ലക്ഷം രൂപ വാങ്ങി, എനിക്ക് തന്നില്ല, പോലീസ് ഒന്ന് കേസെടുക്കോ? അതിന് പ്രത്യേകമായിട്ട് ശിക്ഷ പറയോ? അത് സിവിൽ നിയമമാണ്. വ്യക്തികൾ തമ്മിലുള്ള ഞാൻ വക്കീലിന് വെക്കണം, ഞാൻ വക്കാലത്ത് കൊടുക്കണം, ഞാൻ കേസ് നടത്തണം ഇയാൾക്കെതിരെ. അതേസമയത്ത് ബി എ കൊന്നാൽ പോലീസ് വരും, അറസ്റ്റ് ചെയ്യും. അല്ലെ, വിക്ടിമിന് വേണ്ടി പ്രോസിക്യൂഷൻ ഉണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, ഗവൺമെന്റ് സാലറിയിൽ നിൽക്കുന്നവരാണ്. ഗവൺമെന്റ് കേസ് നടത്തും, പ്രോസിക്യൂഷൻ തെളിവ് ശേഖരിക്കും, അതിന് പോലീസുകാരുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. രാജ്യത്തിനെതിരെയുള്ള കുറ്റമാണ് ക്രൈം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടാണ് നിയമങ്ങൾ കർശനമാക്കിയത്. അതോടൊപ്പം പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു സിസ്റ്റമാണ്, സുൽത്താനിയത്ത് കൊടുക്കും, ഒരു അധികാരം കൊടുക്കും. ആ അധികാരമാണ് അഫ്വിനുള്ള അധികാരം. അത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അപ്പീലും കൊടുത്തു കഴിഞ്ഞാൽ അവസാനമായിട്ട് അയാളെ രാജ്യത്തിനൊരു അപേക്ഷ കൊടുക്കാം, മേഴ്സി പെറ്റീഷൻ എന്ന് പറയും. ആർക്കാ? പ്രസിഡന്റിന് കൊടുക്കാം, ഗവർണർ. പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഗവർണറിന് എന്ത് കൊടുക്കാം? ആർട്ടിക്കിൾ 72 പ്രകാരം, ഭരണഘടന ആർട്ടിക്കിൾ 72 പ്രകാരം പ്രസിഡന്റിന് ഒരു അപേക്ഷ കൊടുക്കാം, ഒന്ന് കരുണ കാണിക്കണം എന്ന് പറയും. മറ്റൊരു അഫ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. തെളിവുകൾ അനുകൂലമായാൽ അയാൾക്ക് ശിക്ഷ കൊടുക്കും എന്നുള്ളതാണ്. അഫ് എന്നുള്ള കൺസെപ്റ്റാണ് പരിശുദ്ധ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും മറ്റു വിവാദങ്ങളൊക്കെ അർത്ഥശൂന്യമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഏരിയയാണ്. ഈ അടുത്ത് 2 ദിവസം ഈ ആഴ്ച തന്നെ ഒരു വിവാദം നമ്മൾ കണ്ടു, വീഡിയോയിലൊക്കെ കണ്ടു. അല്ലെ, സൗദി അറേബ്യയില് എന്ത് ചെയ്തിട്ടില്ല, അഫ് കൊടുക്കാതെ വന്നതുകൊണ്ട് അവിടെ പവർ ആ പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞ പവറാണ്. അല്ലെ, കൃത്യമായി പരിശുദ്ധ ഖുർആൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന, സൂറത്തുൽ ഇസ്രായിലെ 33. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സൂറത്തുൽ ഇസ്രായിലെ അഫ് പറയുന്ന വിഷയത്തിൽ സുൽത്താനിയത്ത് ഒരു അധികാരം കൊടുക്കുന്നുണ്ട്, അതിന് പവർ ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ആ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. അതേസമയത്ത് ഇന്നലെ എന്ത് കൊടുത്തു? അഫ് കൊടുത്തു. പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വലിയ സുന്ദരമായ നിമിഷങ്ങളിലാണ് നമ്മൾ അഫിനെ കുറിച്ച് കാണിക്കുന്നത്. ഒരു ഇസ്ലാമിക രാജ്യത്തല്ല, വേറൊരു US നടന്ന ഒരു സംഭവമാണ് ഞാൻ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നത്. ഒന്ന് നിങ്ങളത് കണ്ടോ? അഫിന്റെ ഒരു പ്രാധാന്യം, അഫ് കൊടുക്കുന്നതിന്റെ ഒരു വിശാലതയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ശബ്ദമുണ്ടോ? നമ്മൾ ചുരുക്കി പോകാൻ. സൗണ്ടായി. അപ്പൊ അഫ് കൊടുക്കുക, അങ്ങനെ ഒരു US ഒരു കോടതി, ഓപ്പൺ കോടതി അഫ് കൊടുക്കും. അത് ഏത് അവസരം വരെ കൊടുക്കും? ഇയാളുടെ ഈ കുറ്റം ചെയ്ത ആളുടെ കുറ്റം തെളിയിക്കപ്പെട്ടു, അല്ലെ, നടപടികൾ കുറ്റം തെളിയിക്കപ്പെട്ടതിന് ശേഷം അവസാനം നടപ്പിലാക്കുന്നിടത്ത് പോലും ആരുണ്ടാവും? ഈ ഫാമിലി ഉണ്ടാവും. ഇന്നലെ വേറൊരു വീഡിയോ വന്നു, അത് കണ്ട് ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഒരാള് കോടികളൊക്കെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചിട്ട് ഒന്നും എനിക്ക് വേണ്ട, അള്ളാന്റെ കയ്യിൽ നിനക്ക് അഫ് തന്നു എന്ന് പറയുന്ന ഒരു ഇസ്ലാമിന്റെ സുന്ദരമായ ഒരു സംഭവത്തിലേക്കാണ് കേൾക്കുന്നുണ്ടോ? വായിച്ചാലും മതി. 22-year-old who'd been delivering pizzas. Salahuddin was making his final delivery of the night when Relford and 2 accomplices lured him into their apartment complex, robbed him, and stabbed him to death. The following is a courtroom testimony video of Salahuddin's father, Sambat Jidmaud, who is a principal at an Islamic school. Do you swear or affirm that the testimony you're about to give will be the truth, the whole truth, and nothing but the truth? Yes, I do. Sambat Jidmaud decided to speak directly to his son's killer. Trey Alexander Relford, I feel so sad for you that you have to be in this situation. I wish I could help you as I help my son to be a good citizen.
If Salahuddin were to be here, if he alive, he will forgive you. That's the way he was. That's the way he is. I'm not angry at you for being part of hurting my son. I'm angry at the devil. I blame the devil who misguiding you and misleading you to do such a horrible crime. No, I don't blame you. I'm not angry at you at all. I want you to know that. I forgive you on behalf of Salahuddin and his mother. Thank you. Before Judge Kimberly Burnell delivered her sentence, there was still one person left to speak. Mr. Wilford, do you wish to make a statement? Yes, ma'am. ശബ്ദം കുറച്ച് മുമ്പ് I'm sorry about what happened today. But I do applaud you because it takes a powerful man to know that somebody has hurt them and do what you get up there and say what you just said. I have a child. Shit is war. And I can imagine the hurt, the pain from what you learned. ഇതാണ് അക്യൂസ്ഡ് പേഴ്സൺ ആണ്. And now, it's time for the judge to announce her sentence. Mr. Wilford, an incredibly horrible event happened that has changed the lives of two families forever. Nothing can fix it. I am going to accept the Commonwealth's recommendation. Murder, 25 years. And I truly wish for you the very best. Thank you. Samat Jidmaud was interviewed after the sentencing. This is what he had to say. If I, as a father, fail to forgive a person, Islam teaches that God will not be able to forgive that person because he owed to me and Salahuddin and his family. Now Salahuddin family open-heartedly forgive him. Now the door opportunity for God to forgive him is open. It's up to God because God said in the Holy Quran, Wallahu Ghafurur Rahim. Allah, Almighty God, is the most forgiving and the most merciful. Now I say, my nephew, God gonna forgive you because He promised in this word, He's the most forgiving, the most merciful. Provided I forgive you first. So I did forgive you. So now God turned to forgive you. So reach out to Him. I want Him to reach out to God. You have a new chapter of good. യെസ്, ഇത് ഒരൊറ്റ സംഭവമാണ്. ഇത് ഞാൻ ഇവിടെ കോട്ട് ചെയ്യാൻ കാരണം ഇത് ഇസ്ലാമി രാജ്യത്തൊന്നുമല്ല. പരിശുദ്ധമായ നമ്മുടെ ഇസ്ലാമിൽ അഫ്വ് എന്ന് പറയുന്ന സംഭവം അത് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതിലേക്കാണ് ഞാൻ ഈ ഒരു സംഭവത്തിലേക്ക് സൂചിപ്പിച്ചത്. അപ്പൊ ഇന്ന് എത്ര അവസാന നിമിഷം വരെ ശിക്ഷ നടപ്പിലാക്കുന്ന അവസാന നിമിഷം വരെ ഇവരുടെ ഫാമിലി ആ സുൽത്താനിയത്ത് അവർക്ക് കൊടുത്ത പവർ ഉപയോഗിക്കാൻ അധികാരമുണ്ട് എന്നുള്ളതാണ്. അതേസമയത്ത് നമ്മുടെ രാജ്യത്തൊക്കെ നമുക്ക് അതിന് അവകാശം എന്നുള്ളത് അത് ഒരു സീരിയസ് ആയ ഒഫൻസുകളാണെങ്കിൽ അത് ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. സെറ്റിൽ ചെയ്യാൻ പറ്റൂല. പരസ്പരം പാർട്ടികൾ തമ്മിൽ എന്ത് ചെയ്യൂല, സംസാരിച്ച് തീർക്കാൻ പറ്റാത്തതാണ് ക്രിമിനൽ നിയമത്തിലെ വളരെ സീരിയസ് ആയ നോൺ ബെയിലബിൾ, ജാമ്യം ലഭിക്കാത്ത കേസുകളിലൊക്കെ നടന്നു വരുന്നത്. പിന്നെ ഇങ്ങനെ വന്നാൽ അവസാനം ആർട്ടിക്കിൾ 72 പ്രകാരം പ്രസിഡന്റിന് മുന്നിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവർണറിന് മുന്നിലോ അപേക്ഷ കൊടുത്ത് കുറെ കാലമൊക്കെ വെയിറ്റ് ചെയ്യണം. പിന്നെ ശിക്ഷ നടപ്പിലാക്കണം. അവിടെ പിന്നെ ആർക്കും അവസരങ്ങളില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു
ഇസ്ലാമിന്റെ സിസ്റ്റം വിക്ടിമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വിക്ടിം പ്രൊട്ടക്ഷൻ ദിയയിലൂടെയും ബ്ലഡ് മണിയിലൂടെയും കോമ്പൻസേഷനിലൂടെയും ഒക്കെ നടപ്പിലാക്കി വരുന്നു. ഇന്ത്യയിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയി നടന്നു വരുന്നുണ്ട്. ചില ശിക്ഷകളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആസിഡ് അറ്റാക്ക് ഒക്കെ, റേപ്പ് കേസിലൊക്കെ ശിക്ഷകൾ വിധിക്കും. 10 വർഷം തടവും 1.5 ലക്ഷം പിഴയും. അത് കൊടുത്തില്ലെങ്കിലോ 6 മാസം കൂടി നിൽക്കുക. 10 വർഷം നിന്ന ആൾക്ക് പിന്നെ 6 മാസം നിൽക്കണം, 1.5 ലക്ഷം കൊടുക്കണം. 6 മാസം 1.5 ലക്ഷം കൊണ്ട് അടിച്ചു പൊളിക്കാലോ. ഇങ്ങനെയാണ് നിലവിലെ കോമ്പൻസേഷൻ ജഡ്ജ്മെന്റിൽ വിധിക്കുന്നത് ക്രിമിനൽ കേസുകളിൽ. എനിഹോ ഞാൻ ഒരു കമ്പാരിസണിലേക്ക് ക്രിമിനൽ നിയമത്തിലെ ശിക്ഷാ രീതിയിലെ ബേസിക് പ്രിൻസിപ്പിൾസിലെ കമ്പാരിസൺ വളരെ ചുരുക്കി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യമായി വരുന്നത് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്, ഖരീനത്തുൽ ബറാ. ഇത് ഇസ്ലാമിക് നിയമത്തിൽ അടിസ്ഥാനപരമായ ശിക്ഷാ നടപടിക്രമത്തിലെ ഒരു ശിക്ഷ, ഒരാൾക്കെതിരെ ഒരു തുഹമത്തുണ്ടായാൽ, ആരോപണമുണ്ടായാൽ അയാൾ ആ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിയമം എന്ത് ചെയ്യുന്നത്, കാംക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുറ്റം ആരോപിക്കപ്പെട്ട ആൾ ഒരു കുറ്റം അയാൾ ഇന്നസെന്റ് ആണ് എന്നാണ് നിയമം അയാളെ പേഴ്സ്യൂം ചെയ്യുന്നത്. അതിനെതിരെ തെളിവ് കൊണ്ടുവരുന്നത് വരെ അയാൾ ഇന്നസെന്റ് ആണ്. ഇത് ഒരു ഏറ്റവും വലിയ അക്യൂസ്ഡ് അല്ലെങ്കിൽ മുത്തഹമനുള്ള ഏറ്റവും വലിയ ഒരു അവകാശമായിട്ടാണ് നിയമങ്ങൾ പറഞ്ഞു വരുന്നത്. ഈ ആരോപണങ്ങൾ, കാരണം ആരോപണങ്ങൾ പണ്ടേ ഉണ്ടാവും. ആദ്യമായി അല്ലാഹു തആല ഒരു മീറ്റിംഗ് നടത്തി, മലക്കുകളെ കൂട്ടിയൊക്കെ ഒരു മീറ്റിംഗാ. ചില മീറ്റിങ്ങുകളൊക്കെ അങ്ങനെ ഉണ്ടാകും. തീരുമാനങ്ങൾ എന്തായാലും വീറ്റോ പവർ ഉണ്ടെങ്കിലും മീറ്റിംഗ് നടക്കും, ഒരു പ്രൊസീജിയറാണ്. എന്നിട്ട് അവസാനം പറയും ഇയാൾ മീറ്റിംഗ് വിളിച്ചിട്ട് അയാൾ പറഞ്ഞ് നടപ്പിലാക്കിയത്. അത് ഒരു ചില മീറ്റിംഗ് അങ്ങനെയാണ്. അല്ലാഹു തആല ആദ്യം മലക്കുകളെ മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞതാ ഇന്നീ ജാഇലു ഫിൽ അർദി ഖലീഫ. അപ്പൊ ആദ്യമായിട്ട് മനുഷ്യനെതിരെ എന്ത് വന്നു? ആരോപണം വന്നു. അതും വലിയ ആരോപണം. ക്രൈം ചെയ്യുന്നവരാണ് അവർ, സിവിലും ഉണ്ട് ക്രിമിനലും ഉണ്ട്. അത് പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് എന്ത് നടന്നു? ഭൂമിയിൽ തന്ന ക്രൈം എന്താ? മേർഡറാണ്, കാത്തിലാണ് അല്ലെ? കാബീലാണ് കാത്തിൽ. കാഫുള്ളത് കൊണ്ട് അങ്ങനെ പഠിക്കാൻ എളുപ്പം. കാത്തിൽ കാബീലാണ്, അങ്ങനെ പഠിക്കണം. അപ്പൊ ആദ്യമായി ക്രൈം ആരോപണം വന്നാൽ, ഒരാൾക്കെതിരെ ആരോപണം വന്നാൽ അയാൾ പേഴ്സ്യൂംഡ് ആസ് ഇന്നസെൻസ് ആണ് പറയുന്നത്. ഒരു ഹദീസിലേക്ക് ഞാനൊരു കമ്പാരിസൺ എന്നുള്ള ശ്രദ്ധ തിരിക്കുകയാണ്. ഇദ്റഉൽ ഹുദൂദ അനിൽ മുസ്ലിമീൻ മസ്തതഅതും. മാക്സിമം നിങ്ങൾ മുസ്ലിമീങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞ ഇസ്ലാമിക രാജ്യത്താണ് ഇത് അക്യൂസ്ഡ്, അയാളിൽ നിന്ന് ശിക്ഷകളെ ഒഴിവാക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. കയറിയെടുത്തൊക്കെ പോയിട്ട് തലവെട്ടുന്ന ഒരു സിസ്റ്റമല്ല അത്. കയറിയെടുത്തൊക്കെ പോയിട്ട് അഭിപ്രായം പറയുമ്പോൾ, പഠിക്കാതെ അഭിപ്രായം പറയുമ്പോൾ തോന്നലാണ് ഇതും അങ്ങനെയാണ് അതും അങ്ങനെയാണ് എന്നുള്ളത്. ഒരു ലിബറൽ ആകുമ്പോൾ മറ്റു ലിബറലായി പോകുന്നു എന്നുള്ള ഒരു സംഭവമാണ്. فإن كان له مخرج فخلوا سبيله. Benefit of doubt should be given to the accused. അതാണ് നിയമം. വല്ല ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ, സംശയങ്ങൾ 100% തെളിയിക്കാൻ പറ്റാത്ത സംശയങ്ങളുണ്ടെങ്കിൽ ഫഖല്ലു സബീലഹു. ഫൈനൽ ഇമാമ യുഖ്തിയ ഫിൽ അഫ്വി ഖൈറുൻ മിൻ അൻ യുഖ്തിയ ഫിൽ ഉഖൂബ. അതാണ് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ ക്രിമിനൽ നിയമത്തിലെ പലപ്പോഴും വരുന്ന ഒരു ആരോപണമാണ്. ഒരാൾ ഒഴിവാക്കിയാൽ ചോദിക്കും ഇയാൾ ഈ കോടതിയിൽ തന്നെ വിശ്വാസം പോയെന്ന് പറയും അല്ലെ? പല ശിക്ഷകളിലെ പല ജഡ്ജ്മെന്റിലും നമുക്ക് കാണാം. വാർത്തകൾ, മീഡിയകൾ പോലും അങ്ങനെ പറയും. ജനങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു കോടതിയിൽ? കാരണം അതിലൊരു അടിസ്ഥാനപരമായ തത്വമുണ്ട്. എന്താ? 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി എന്ത് ചെയ്യരുത്? ശിക്ഷിക്കപ്പെടരുത്. അതാണ് പറഞ്ഞത് ഫൈനൽ ഇമാമ അൻ യുഖ്തിയ ഫിൽ അഫ്വി ഖൈറുൻ മിൻ അൻ യുഖ്തിയ ഫിൽ ഉഖൂബതി. അഫ്വ് കൊടുത്തത് തെറ്റാണെങ്കിലും ന്യായീകരിച്ചാണ് ഇയാൾക്ക് അഫ്വ് കൊടുത്തത്. തെറ്റാണ് അഫ്വ് കൊടുത്തത്, എന്നാലും എന്ത് ചെയ്യരുത്? തെറ്റായ തെളിവുകളിൽ ഒരാളെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇതാണ് അടിസ്ഥാനം. Let 100 guilty be acquitted but one innocent should not be convicted. അപ്പൊ സംശയത്തിന് ആനുകൂല്യം കൊണ്ടുവരിക, സംശയത്തിന് ആനുകൂല്യം കൊടുത്ത് രക്ഷപ്പെടുമ്പോൾ കോടതികളിലോ നിയമവ്യവസ്ഥയിലോ അല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വിശ്വാസം നഷ്ടപ്പെടുത്തേണ്ടത്. തെളിവ് ശേഖരിക്കുന്നതിലോ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നിടത്തുള്ള പിഴവുകളായിരിക്കും, അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവമായിരിക്കും എന്നതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആരാണ് ഇനി തെളിവ് കൊണ്ടുവരേണ്ടത്? ഒരാൾ കുറ്റം ചെയ്താൽ അയാൾ അടിസ്ഥാനം എന്താണ്? അല്ല അതമോ, കുറ്റം ചെയ്തിട്ടില്ല, അയാള് ഒരു ഇന്നസെന്റ് എന്നാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ നിയമത്തിൽ അല്ല അസ്ലു അല്ല അതമോ ആയതുകൊണ്ട് തന്നെ ആരാണോ
തെളിവ് കൊണ്ടുവരേണ്ടത് നമ്മുടെ നിയമങ്ങളിലൊക്കെ, ക്രിമിനൽ നിയമങ്ങളിലും സിവിൽ ആണെങ്കിലും ആരാണോ ഒരു കാര്യം ഉറപ്പിക്കുന്നത്, ഒരു കാര്യം ഉണ്ട് എന്ന് പറയുന്നത് ആരാണോ അസേർട്ട് ചെയ്യുന്നത്, വൺ ഹു അസേർട്സ് ദി ഫാക്ട് ഷുഡ് ബ്രിങ് ദി പ്രൂഫ് എവിഡൻസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഈ ഒരു ഹദീസിലേക്ക് നോക്കിക്കോളൂ. നിങ്ങളുടെ മുന്നിൽ ജനങ്ങൾ കേസുമായിട്ട് വന്നാൽ, ചിലൊരു സിവിൽ കേസായിരിക്കും, അത് അംവാല ഖൗം എന്ന് പറഞ്ഞത്, ചിലപ്പോൾ സിവിൽ മാറ്റർ ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും, ക്രിമിനൽ മാറ്റർ ആയിരിക്കും. എന്ത് വന്നാലും ലാക്കിനിൽ ബയ്യിനതു അലൽ മുദ്ദഈ, ആരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്? ആരാണ്? മുദ്ദഈ. ചെയ്തിട്ടില്ല, എൻ്റെ അടുത്ത് അല്ല അസ്ലല്ലാതെ മുലാദലില്ലാദമി, നമ്മൾ ഇതിലൊക്കെ പഠിക്കുന്നതാണ്, ഉസൂൽ ഫിഖിലൊക്കെ ജമ്മിലൊക്കെ നമ്മൾ പഠിക്കും. എന്തിനാ ഇത് പഠിക്കുന്ന അപ്പൊ ചിന്തിക്കും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രാക്ടിക്കലായി പഠിക്കുന്നില്ല. സാന്ദർഭികമായി ഞാൻ നിർത്താൻ വേണ്ടി പോയി, അതിനിടയിൽ ഒന്ന് പറഞ്ഞു, പ്രാക്ടിക്കലായി നമ്മൾ പഠിക്കണം എന്നുള്ളത്. പ്രാക്ടിക്കൽ നമ്മൾ കിതാബ് ഓതുന്ന സമയത്ത് ഏറ്റവും ഇൻട്രസ്റ്റ് ആയി നിൽക്കുന്നത് മുനാക്കഹാത്താണ്. കാരണം കടം വാങ്ങിയിട്ടെങ്കിലും നമ്മൾ കല്യാണം കഴിക്കും. ഇബാദത്ത്, അത്യാവശ്യമുള്ള ഇബാദത്തൊക്കെ നമ്മൾ പഠിച്ചു വെക്കും. ഫറായില് പഠിക്കുകയില്ല, കാരണം എൻ്റെ ഉപ്പാക്ക് സ്വത്തൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഫറായില് പഠിക്കുന്നു. സക്കാത്തിന്റെ അവകാശമാണ് ഞാനെന്ന് പഠിച്ചു വെക്കും. സക്കാത്തിന്റെ അവകാശമാണ് ഞാനെന്ന് പഠിക്കും. അപ്പൊ അക്കത്തിന്റെ ഭാഗം പഠിക്കുകയില്ല, കാരണം ഞാനൊരു ബിസിനസ് ആളല്ലേ, ഞാൻ മുഅല്ലിമ മുദരിസായി പോകേണ്ട ആളാണ്, എനിക്കൊരു ബിസിനസ്സിൽ. അതുകൊണ്ടാണ് എത്രയോ മുഅല്ലിമീങ്ങളൊക്കെ ഈ അടുത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നെ ചേർത്തിട്ട്. ഒരു മുഅല്ലിമിന്റെ ക്ലാസ്സിന് പോയിരുന്നു, മദ്രസകളിലെ മുഅല്ലിം ഒരു ജില്ലയുടെ മേഖലാ സമ്മേളനത്തിൽ ക്ലാസ് എടുത്ത സമയത്ത് ഒരു മുഅല്ലിം വന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ 2 ലക്ഷം രൂപ എന്ത് ചെയ്തു, ഞാൻ മുഅല്ലിം ഉസ്താദിന് ഒരു വീടെന്ന പദ്ധതിയിലേക്ക് കൊടുത്തു. അവർ വിവരം തന്നെ ഇല്ല. 300-400 മുഅല്ലിമീങ്ങളുണ്ട്. അപ്പൊ ഇടപാടുകളുടെ വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നത്, പ്രാക്ടിക്കലായി പഠിക്കുന്നില്ല. ഒരു ഉസ്താദിനെ വിളിച്ച് ഒരൊറ്റ കേസ് പറയാം. ഉസ്താദിനെ വിളിച്ച് പറയാണ്, സാറേ അല്ല ഉസ്താദ് എങ്ങനെ, നമ്മളെ കാസർഗോഡാണ്, ഉസ്താദ് നാട്ടുകാരനെ അറിയില്ല, സംഭവം പറയാം. സംഭവം കല്യാണം കഴിഞ്ഞു, ഇവര് നിക്കാഹ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇവന് പറയുന്നു ദുഖൂല് നടന്നിട്ടുണ്ട്, ഇവള് പറയാണ് ദുഖൂല് നടന്നിട്ടില്ല. ഇവർക്ക് പിരിയുന്ന ദുഖൂല് നടന്നാലും ഒരു സ്റ്റാറ്റസ് ആണ്, നടന്നില്ലെങ്കിലും മറ്റൊരു സ്റ്റാറ്റസ് ആണ്. അപ്പൊ ഇതാണ് പ്രശ്നം. ഇങ്ങനെ വരുമ്പോ നമ്മൾ എങ്ങനെ സെറ്റിൽ ചെയ്യും? ഈ പ്രശ്നം തന്നെ തീരുന്നില്ല. മെഡിക്കൽ റിപ്പോർട്ടിനൊന്നും പോകണ്ടേ, കേസൊക്കെ ആയി അങ്ങനെ എത്തും. അപ്പൊ നമ്മള് ഉള്ളിലുള്ള അമിക്കബിളി സെറ്റിൽമെന്റേയും മാറ്ററൊക്കെ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ചെയ്ത് ക്ലിയർ ആക്കി വിടാം. തലാഖാണോ, തലാഖ് കൊടുത്ത് ക്ലിയർ ആക്കി വിടലാം. അപ്പൊ ഇങ്ങനെ കേസ് വന്നപ്പോ ഞാൻ ഉസ്താദ് ചോദിച്ചു, ഇതേ മസാല ഫത്തുൽ മുഈനിലുണ്ടല്ലോ, ഒരാൾ ദുഖൂല് നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ തർക്കമാണ്. ഭർത്താവ് പറയുന്നു നടന്നിട്ടുണ്ട്, ഇവള് പറയുന്നു നടന്നിട്ടില്ല. ആരെ കൗലാണ് സ്വീകരിക്കുന്നത്? വൽ കൗലു അല്ലസ്ലാലതല്ല. ഇവിടെ ഫത്തുൽ മുഈനി എക്സ്പ്രസ് ആയിട്ട് പറഞ്ഞു വൽ കൗലു കൗലുഹ. ആരെ കൗല സ്വീകരിക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, നീ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മഹർ ഫുള്ള് കൊടുക്കേണ്ടി വരും. നിക്കാൻ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ എന്നല്ല പറയുന്നത്, മഹർ പിന്നെ അടുത്തതിന് വേറെ മഹർ കെട്ടേണ്ടി വരും. ഇനി അവളോട് പറഞ്ഞു ദുഖൂല് നടന്നിട്ട് ഉണ്ട് എന്ന് ഇല്ല, ഇനി ഉണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ എഗ്രിമെന്റ് അതേപോലെ ചെയ്തു, മാരേജ് ഹാസ് ബീൻ കൺസ്യൂമഡ്. പിന്നെ അടുത്ത കല്യാണം കഴിയുമ്പോൾ അതൊരു പിന്നെ എന്തായാലും അങ്ങനെ അതൊരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിട്ട് വരും. അല്ലെങ്കിൽ എഗ്രിമെന്റിൽ ഇങ്ങനെ കൃത്യമായിട്ട് എഴുതാം. കൗലുഹ തന്നെ പറഞ്ഞ് എന്ത് ചെയ്യേണ്ടി വന്നു, എഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടി വന്നു. പ്രാക്ടിക്കലായി നമ്മൾ അതാണ് ഫത്വകളെ കുറിച്ച് പറഞ്ഞു. ഫത്തുൽ മുഈനിലൊക്കെ, പഴയ ഫത്തുൽ മുഈനിലൊക്കെ ഗ്യാപ്പില് അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ചില, അതൊക്കെ കേസുകളാണ്, മസ്അലകളൊക്കെ കേസുകളാണ്. അങ്ങനെ കാണാം. നിയമം പഠിച്ചവർക്ക് മാത്രമല്ല. ഞങ്ങളെ മുന്നിൽ ഒരു വിഷയം വരും, സക്കാത്തുമായി അല്ലെങ്കിൽ പാർട്ടി, ഇനി ഏക സിവിൽ കോഡൊക്കെ വരാണ്. ഇനിയൊക്കെ വക്കീലന്മാർ നമ്മളാ. ഏക സിവിൽ കോഡ് വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ പ്രശ്നം വരും. പ്രശ്നം വരാതെ നമ്മൾ അതിന്റെ ലോജിക്ക് പഠിച്ചു, പ്രാക്ടിക്കൽ വശങ്ങൾ പഠിച്ചു, നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രശ്നമില്ല. ഡിസ്പ്യൂട്ട് വരുമ്പോഴല്ലേ കോടതിയിൽ കയറുന്നത്. തർക്കമില്ലെങ്കിൽ വിഷയമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അൽ അസ്ലു അൽ അതുകൊണ്ട് തന്നെ ദാവ ആരാണോ മുദ്ദഈ തെളിവ് കൊണ്ടുവരണം. പിന്നെ നിയമത്തിലെ ലോ ഓഫ് എവിഡൻസിലേക്ക് പോകുമ്പോഴും ഒരുപാട് നമ്മൾ സമാനതകൾ കാണാം. ഡയറക്റ്റ് എവിഡൻസ്, സാക്ഷികളെ കൊണ്ടുവരേണ്ട വിഷയത്തിൽ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി സാക്ഷികൾ വേണം, അല്ലെ? നിങ്ങൾ 4 സാക്ഷികളെ കൊണ്ടുവരണം എന്ന് പറയുന്ന നിയമങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഷാഹിദീങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട്. ഫത്തുൽ മുഈനിലെ ഒരു ഭാഗം തന്നെയുണ്ട് ഫിഖിന്റെ കിതാബുകളിൽ, ഷാഹിദ് ആരൊക്കെ ഷാഹിദിന് പറ്റുമെന്നുള്ള അത് ഭാഗങ്ങൾ നോക്കുക. ഡയറക്റ്റ് എവിഡൻസ് ആയിരിക്കും എപ്പോഴും. ഷഹാദത്തുൽ മുബാശറ, ഒന്നിരിക്കൽ കാണണം അല്ലെങ്കിൽ കേൾക്കണം. എന്തിനെ സ്വീകരിക്കൂല? ഒരിക്കലും കാണാത്ത ഒരു കാര്യത്തെ പറയരുത്. അതാണ് അവിടെ ഹദീസ്. ഇന്നമൻ അഫ്റ
അപ്പൊ ഏറ്റവും വലിയ തെമ്മാടി എന്ന് പറയുന്നത് ഐനൈഹി മാലം തറ, കാണാത്തൊരു കാര്യത്തെ പോയിട്ട് എന്ത് ചെയ്യല കണ്ടു എന്ന്. അപ്പൊ സാക്ഷി പറയുന്നിടത്ത് ഒന്നിരിക്കൽ കാണണം, ഡയറക്റ്റ് എവിഡൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ സാഹചര്യ തെളിവുണ്ടാവണം. ഒരിക്കലും ഹിയർസ് എവിഡൻസ് അയാൾ അങ്ങനെ പറഞ്ഞു കീല വക്കാല അതൊരിക്കലും എന്ത് ചെയ്യൂല, കോടതിയിൽ നീ കണ്ടോ നീ കേട്ടോ. ഇതാണ് ഇസ്ലാമിന്റെ കോടതിയിലുമുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. അശ്ശഹാദത്തു സമാഇയ്യ ഒരിക്കലും എന്തല്ല, അത് മുബാശറായ ഡയറക്റ്റ് എവിഡൻസിനെതിരാണ്, തേർഡ് പാർട്ടി എവിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കീമത്ത് നഷ്ടപ്പെടും എല്ലാ കേസുകളിലും. അതേ സമയത്ത് ഒരാൾ മരണമൊഴി എന്ന് പറയും, മരിക്കുന്ന സമയത്ത് ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്ന സമയത്ത് ഡേ ഇൻ ഡിക്ലറേഷൻ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ആണ് ഇതൊക്കെ പറയുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 മരണസമയത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്, മൊഴി കൊടുത്തിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി ഒരാൾ വരാം. കാരണം മരിച്ച ആളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഒരാൾ കളവ് പറയൂല എന്നുള്ളത് കൊണ്ട്, അതങ്ങനെ തന്നെയാണ് പ്രിൻസിപ്പിൾ. ഒരാൾ മരിക്കുന്ന സമയത്ത് അയാള് ദൈവത്തിന്റെ അടുക്കൽ പോകുമ്പോൾ കളവ് പറഞ്ഞ വായുവുമായി അയാൾ ദൈവത്തെ കാണൂല, കണ്ടുമുട്ടാൻ ആഗ്രഹിക്കൂല. അതുകൊണ്ട് മരണസമയത്ത് ഒരിക്കലും എന്ത് ചെയ്യൂല, കളവ് പറയൂല എന്ന തത്വത്തിൽ നിന്നാണ് മരണമൊഴി സ്വീകാര്യമായത്. സെക്ഷൻ 32 ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പ്രകാരം അങ്ങനെ തന്നെ മാക്സിമം പറയുന്നു. അപ്പൊ അതിന് മാത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ എന്തുള്ളൂ, സാക്ഷിയുള്ളൂ, കാണാത്തതിന് പറയരുത്. സാഹചര്യ തെളിവുകൾ ശരി, എങ്ങനെയാണ് നമുക്ക് ഒരാൾക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു അന്ത് നില കാണോ അല്ലേ എന്ന് കണക്കാക്കുന്നത് എങ്ങനെയാണ്, സാഹചര്യം നോക്കണം അല്ലെ. ഒരാൾ കത്തി വാങ്ങി, ഈ കൊല്ലപ്പെട്ട ആൾ പോകുന്ന എല്ലാം എടുത്തൊരുങ്ങി പോകുന്ന വഴിയിൽ ഒരുമിച്ച് ഒളിച്ചു നിന്നു, അയാൾ വരുമ്പോൾ ചാടി വീണ സാഹചര്യ തെളിവുകളാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് സാഹചര്യ ഡയറക്റ്റ് മുബാശറായ തെളിവില്ലെങ്കിൽ നമ്മൾ ഏതിലേക്ക് പോകണം, സാഹചര്യത്തിൽ. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഒരൊറ്റൊരു കേസ് ഞാൻ പറയാണ്, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു കേസ് സാഹചര്യ തെളിവിന് ഏറ്റവും അങ്ങേയറ്റത്തൊരു തെളിവനായിക്കോട്ടെ. നമുക്ക് നമ്മുടെ തെളിവെടുപ്പ് നിയമവും ഭദ്രമാണ്, സുഭദ്രമാണ് ഇസ്ലാമിൽ എന്ന് പറയുന്നത്. നമ്മുടെ കേസ് ഇതായിരുന്നു, ഒരു രാജാവിന്റെ ഭാര്യയെ ഒരടിമ എന്ത് ചെയ്തു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ. ദൃസാക്ഷിയുണ്ടോ അവിടെ? ദൃസാക്ഷിയില്ല. അപ്പൊ കേസ് ഇതാണ്. കേസ് എന്താണ്? കേസ് അല്ലെ, വാതിലടച്ചു, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു, മോഡസ്റ്റിയെ, അതും ആരാണ്, രാജാവിന്റെ ഭാര്യയാണ്. ഇതായിരുന്നു കേസ്. ആരും കണ്ടിട്ടുണ്ടോ? ഇല്ല. യൂസുഫ് നബി അലൈഹി സ്വലാം എന്ത് പറഞ്ഞു? ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞോ? ഇല്ല. ഇക്രാറിന് an admitted fact need not be proved. ഇക്രാറുണ്ട, ഞാൻ പറയാണ് നീ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പൊ അപ്പൊ മറ്റാള് പറയാണ്, മുത്തഹം പറയാണ് ആ ചെയ്തിട്ടുണ്ട്, പിന്നെ തെളിവിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അത് ഇക്രാർ എന്ന് പറയുന്ന ഒരു ഏരിയ. നബി തങ്ങളെടുത്ത് വന്ന് ഒരു സഹാബി ഇക്രാർ ചെയ്തു, സിന ചെയ്തു. അപ്പൊ മുത്തുനബി തങ്ങൾ എന്ത് പറഞ്ഞു? അതേ സിസ്റ്റം, നീ അത് പറയേണ്ട, മാറിക്കോ, കാരണം ശിക്ഷ നടപ്പിലാക്കേണ്ടി വരും, മറ്റു തെളിവുകളിലേക്ക് ആവശ്യമില്ല. അതുപോലെ ഇന്ന് നമ്മൾ ജഡ്ജിനുള്ളിൽ സമ്മതിക്കുമ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞു കൊടുക്കണം, ശിക്ഷ നടപ്പിലാക്കും, നീ ഇന്ന് പോയി നാളെ വാ, ചിന്തിച്ചിട്ട് പറയുന്നൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കൃത്യമായിട്ട് അങ്ങനെയുള്ള കേസുകളും പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് കേസ്. കോടതിയിലെത്തിയപ്പോൾ എന്താണ് കേസ്? അപ്പം അവിടെ എന്ത് ചെയ്തു? അവിടെ ചേർന്ന ഒരാൾ പറഞ്ഞു, നമുക്ക് സാഹചര്യ തെളിവിലേക്ക് നോക്കാം. സാഹചര്യ തെളിവ് എന്താണ്? ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബിലിൻ ഫസദഖത്. മുന്നിൽ നിന്നാണെങ്കിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് ശരിയാണെന്ന് വെക്കണം, അതാണ് സാഹചര്യ തെളിവ്. കണ്ടിട്ടില്ലെങ്കിൽ ഒട്ടുമിക്ക കേസുകളും സാഹചര്യ തെളിവിലാണ് പോകുന്നത്. അവൾ എന്താണ് കളവ് പറഞ്ഞാണ്, കേസ് ആര് ജയിക്കും? യൂസുഫ് നബി. അങ്ങനെ നോക്കിയപ്പോൾ ആര് ജയിച്ചു? യൂസുഫ് നബി ഇസ്ലാം. ഈ കേസിൽ എന്താണ്? ഈ കേസിൽ ജയിച്ച ഒരു കേസാണ് നമ്മൾ ഇതിലൂടെ കണ്ടത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ നിയമങ്ങളും, ഇതിന്റെ നമ്പർ കേട്ടോ വേണമെങ്കിൽ എഴുതിയെടുത്തു, നമ്മൾ എന്ത് നിയമപരമായിട്ട് എന്ത് സംശയമുണ്ടെങ്കിലും എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മൾ വളരെ അവസാനമായി ഞാൻ നിർത്താണ്. ഇങ്ങനെ നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിന്റെ സമഗ്രത എന്ന് പറയുമ്പോൾ നമ്മുടെ വിവാദങ്ങൾക്കപ്പുറം അതിന്റെ സമഗ്രതയിലേക്കാണ് നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ക്രിമിനൽ നിയമമാണെങ്കിലും സിവിൽ ആണെങ്കിലും ഒരുപാട് ഇത് ഞാൻ വളരെ ചുരുക്കിയ താരതമ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. കിതാബുൽ അഖ്ദ്, ബിസിനസ് ലോ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട് ഒക്കെ സാമ്യതയുണ്ട്. പേഴ്സണൽ ലോയിൽ നമ്മൾ ചെയ്യുന്നത് ഓക്കെ, മുസ്ലിം ലോ തന്നെയാണ് മാരിറ്റൽ വിഷയങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത്.
അതുപോലെ തന്നെ ജയിൽ സിസ്റ്റമിലൊക്കെ, മദീനയിൽ ജയിലില്ലായിരുന്നു. മദീനയിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്താ, വന്നവരെ പള്ളിയിൽ നിർത്തും, ഒരു കുന്തത്തിൽ ചാരി നിർത്തും. നമ്മൾ ഒന്നാം ദർസിൽ അസറിന് ശേഷം പുറത്തു പോയവരൊക്കെ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വൈകി വന്നവരൊക്കെ ഒരു കുന്തത്തിൽ ചാരി നിർത്തും, പോസ്റ്റാക്കും. ഓൾറെഡി ഒരു പോസ്റ്റ് ഉണ്ട്, പോസ്റ്റാ പോണേ പോസ്റ്റ്, 100 നില പോസ്റ്റ് എന്ന് പറഞ്ഞ പോലെ 100 നില 100 എന്ന് പറഞ്ഞു അങ്ങനെ പോസ്റ്റാക്കി നിർത്തും എന്നതുപോലെ അങ്ങനെ പോസ്റ്റാക്കി നിർത്തിയാൽ അയാൾ എന്ത് ചെയ്യും, അയാള് പിന്നെ സ്വാഭാവികമായിട്ടും മുസ്ലിമാകും. ഇത് കണ്ട് ഭയങ്കര സംഭവം. അവരിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്, അവരിൽ നിന്ന് സഹാബികൾ പഠിപ്പിച്ചു കൊടുക്കും. അതിൽ നിന്നാണ് ഓപ്പൺ സിസ്റ്റം ഒക്കെ വന്നത്. ഓപ്പൺ പ്രിസൺ, ഓപ്പൺ ജയിൽ കണ്ണൂരുണ്ട്, തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് ഓപ്പൺ ജയിൽ. ഇന്ത്യയിൽ ഏകദേശം ഒരു 1000-നടുത്ത് ഓപ്പൺ ജയിലുകളുണ്ട്. ഓപ്പൺ ജയിൽ സിസ്റ്റം ഒക്കെ വന്നത് ചരിത്രം നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കി 1930 UK എന്നാണ്. പക്ഷെ മദീനയുള്ള ഒരു സിസ്റ്റമായിരുന്നു ഓപ്പൺ ജയിൽ സിസ്റ്റം. അങ്ങനെ ഒരു സുമാമത്ത് ബിൻ ഉസാൽ, നിങ്ങൾ ചരിത്രം കേട്ടിട്ടുണ്ടോ? സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ഒരു സഹാബി 3 ദിവസം അവരെന്ത് ചെയ്തു, 4ാം ദിവസം അവരെന്ത് ചെയ്തു, മുസ്ലിമായി വന്ന ഒരു സഹാബിയായി മാറി. ഒരൊറ്റ സംഭവത്തിലേക്ക് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് പഠിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ കമ്പാരിസൺ ആണെങ്കിലും വിവാദങ്ങൾക്കുള്ള മറുപടി ആണെങ്കിലും എല്ലാം സൂചിപ്പിക്കുന്നത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നടക്കുന്ന ക്രിമിനൽ സിസ്റ്റമാണെങ്കിലും എല്ലാം സുഭദ്രമാണത്, സമഗ്രമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ചുള്ളിക്കോട് ഉസ്താദ് നമ്മളൊക്കെ ഒരു പ്രാക്ടിക്കലായി ചിന്തിക്കണം. മുത്തഅല്ലിമീങ്ങൾ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഇവിടെ അവസരമൊരുക്കി തന്ന ഈ സ്ഥാപനത്തിനും മേധാവികൾക്കും പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ അള്ളാഹു തആല എല്ലാ ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഇങ്ങനെ ഇരുന്ന് ശ്രദ്ധയോടെ പഠിക്കാൻ പറ്റിയ വലിയൊരു അവസരമാണ് ഇവരൊരുക്കി തന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുത്തഅല്ലിമീങ്ങൾ ആടുകൊണ്ട് തന്നെ ഞാനും ഒരു മുത്തഅല്ലിമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന വിഷയം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ വളരെയേറെ പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ട കാലം എത്തിയിരിക്കുന്നു. നമ്മൾ ജോലിയിലൊക്കെ പഠനം കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ ആ ഇറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയം നിയമപരമായ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമപരമായ വിഷയങ്ങളൊക്കെ നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. കിതാബ് പഠിക്കുന്ന സമയത്ത് ഇതൊന്നും നിങ്ങളതേ പ്രായം അല്ലെങ്കിൽ കാണാൻ നിങ്ങളെ പോലുള്ളത് കൊണ്ട് ചെറിയൊരു പ്രായം കൊണ്ട് ഞാൻ പറയാണ്. പിന്നെ ചുള്ളിക്കോട് ഉസ്താദ് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ കണ്ടിരുന്നു അവിടെ ശരിയ നോളജ് സിറ്റിയിൽ കണ്ടപ്പോൾ ഉസ്താദ് പറഞ്ഞു കുറച്ച് വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത്. എപ്പോഴും ഏത് മസാലയാണെങ്കിലും എല്ലാം അടിസ്ഥാനമുണ്ട്. ജമ്മ പഠിക്കുമ്പോൾ, നമ്മുടെ മുഖ്തസർ പഠിക്കുമ്പോൾ ഏത് വിഷയം മന്തിക്കും ആനിയോ ഫിഖും എല്ലാം ഖുർആനും ഹദീസിന്റെ ക്ലാസ് ഒക്കെ ബർക്കത്തിന് പഠിക്കുന്നു എന്നൊരു കൺസെപ്റ്റാണുള്ളത്. ഹദീസിന്റെ ക്ലാസ് ബർക്കത്തിന് ഇരുന്ന് ഉറങ്ങിയാലും നോമ്പിന് ഉറങ്ങിയാലും കൂലിയല്ല എന്നതുപോലെ ഹദീസ് ക്ലാസ് ഉറങ്ങിയാലും കൂലിയാണ്. കാരണം ബർക്കത്ത് ഓൾറെഡി കിട്ടും. അത് ഓൺലൈന് ക്ലാസ് പങ്കെടുക്കുന്ന പോലെ പച്ച കത്തിയാൽ കൂലി എന്ന് അറ്റൻഡൻസ് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ അതിനപ്പുറം അതൊക്കെ അടിസ്ഥാനപരമായ നമ്മുടെ എവിഡൻസ് ആണ്. നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മൾ അവലംബിക്കേണ്ട അവലംബമാണ് ഖുർആനും ഹദീസും. എല്ലാ ഫന്നുകളും നമ്മൾ കൃത്യമായി, പ്രത്യേകിച്ച് ഫിഖ്ഹൊക്കെ. എന്തുകൊണ്ട് ഫിഖിന് ഇത്രമാത്രം വിശാലതയുണ്ട്? ഫത്തുൽ മുഈന്റെ കാര്യം മാത്രം അത്ഭുതമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഓരോ മസലകളും എത്ര ചർച്ച ചെയ്യാറുണ്ട്. കോടതിയിൽ പോയപ്പോൾ ഒരൊറ്റ ഈ ഹുല്ലിന്റെ വിഷയം, ചുള്ളിക്കോട് ഉസ്താദ് സുപ്രീം കോടതി പോയ ഒരു വിഷയം പറയാണ്. ഹുല്ലിന്റെ വിഷയമാണ്. ഹുല്ലിന്റെ വിഷയം നിലവിൽ ഏറ്റവും വലിയ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോടതി പറഞ്ഞു ആണുങ്ങൾക്കുള്ള തലാഖ് ചെല്ലുന്നത് പോലെ എന്ത് ചെയ്യാം, പെണ്ണുങ്ങൾക്കും തലാഖ് ചെല്ലാം. അപ്പൊ എന്ത് വേണ്ട? ഹുല്ല് എന്ന് പറഞ്ഞാൽ എന്താ? ഹുല്ല് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടിന്റെ മുകളിലൊരു കോൺട്രാക്റ്റാണ്. അഖ്ദാണ്. അഖ്ദ് എന്ന് പറഞ്ഞാൽ ഈ തലാഖ് പോലെയല്ല ഹുല്ല്. ആരുടെ സമ്മതം വേണം? ഭർത്താവിന്റെ സമ്മതം വേണം. ഇവരെ ചുള്ളിക്കോട് ഉസ്താദ് നമ്മൾ കോടതിയിൽ ഉസ്താദ് ഒന്നിച്ച് പോകാൻ ഭാഗ്യം കിട്ടിയിരുന്നു. അതിന്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ നടത്തിയത് അവിടുത്തെ മുത്തഅല്ലിമീങ്ങളാണ്. 800 പേജ് ഡോക്യുമെന്റേഷൻ നടത്തി ഇരുന്ന് പഠിച്ചു. ചുള്ളിക്കോട് ഉസ്താദൊക്കെ 500ഉം 1000 പേജൊക്കെ ഇരുന്ന് വായിച്ചു. ഉസ്താദിന്റെ ഒന്നിച്ചാണ് 3 വർഷം പഠിച്ചത് LLBയിൽ ഞാൻ. അപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാ സെമസ്റ്ററും ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഞാൻ പഠിച്ചിട്ടല്ല, ഉസ്താദ് ഉള്ളത് കൊണ്ട്. ഉസ്താദ് 5 മിനിറ്റ് മുമ്പ് ക്ലാസ്സിനെത്തും, 10 മിനിറ്റ് ശേഷം ഇറങ്ങുള്ളൂ. ടീച്ചർമാർ മുമ്പേ എത്തും, ശേഷം വരും. ഫുള്ള് പോയിന്റേ പറഞ്ഞു ഉസ്താദ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ റിസർച്ച് നടത്തിയ വിഷയങ്ങൾ ഉസ്താദ് അതിൽ ചെയ്ത ഒരു കാര്യം കോടതി ഇങ്ങനെ പറഞ്ഞു. കാരണം ഇത് കോടതി ജഡ്ജിനോട് സംസാരിച്ചപ്പോൾ ജഡ്ജി പറഞ്ഞ എന്താ, വളരെയേറെ അതൊരു മുസ്ലിം ജഡ്ജാണ്. ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നമ്മുടെ സ്ത്രീ സമൂഹം. ഒരു കല്യാണം കഴിക്കും, തലാഖ് കൊടുക്കൂല. രണ്ടാമത്തെ കല്യാണം കഴിക്കും, 4 വരെ കെട്ടാലോ. എപ്പോ 4 കെട്ടാ? എങ്ങനെ? ഏക സിവിൽ കോഡ് വരട്ടെ, അപ്പൊ പറയും എപ്പോ കെട്ടാ, എങ്ങനെ കെട്ടാന്ന് നോക്കാം.
എൻ്റെ അടുത്ത് തന്നെ ഒരു കേസുണ്ട്. നമ്മളെ കൗമിൽപ്പെട്ട ആൾ തന്നെയാണ്. നമ്മുടെ കല്യാണം ആ പെണ്ണുങ്ങൾ എനിക്ക് വിളിച്ചു. ഞാൻ ഭാര്യയെ വിളിച്ചപ്പോൾ ഭർത്താവിനെ വിളിച്ചപ്പോൾ പറയാം അവള് ഹുറൂബാണ്, അതിന് ചെലവിന് കൊടുക്കണമെന്ന് മസലയില്ല. മസലൊക്കെ പഠിച്ചു വെക്കും നമ്മൾ, ലൂപ്പ് ഹോൾ ഉടായ്പ മസലൊക്കെ നമ്മൾ പഠിച്ചു വെക്കും. അപ്പോൾ ലൈഫായ മസല ഒരിക്കലും പിടിക്കാനുള്ളതല്ല. പക്ഷെ ചിലപ്പോൾ നമുക്ക് അതുകൊണ്ട് അമല് ചെയ്യാം. അതാണ് കേസുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്. ഏറ്റവും കൂടുതൽ കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ച് എവിടെയെങ്കിലും ജഡ്ജ്മെന്റ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നിരന്തരമായി കത്തുകളായിക്കാണ് വിളി വരുന്നതാണ്. ഉസ്താദിന്റെ പെങ്ങളുണ്ട്, ഉസ്താദ് ഓൾക്ക് തലാക്ക് ഫുള്ള് ചെയ്യാലോ, കോടതി വന്നല്ലോ, ഇതാ പറഞ്ഞൊന്നും അറിയില്ല. ഭർത്താവിന്റെ സമ്മതമാണ്. അതിന് കോടതി ഉദ്ധരിച്ച ആയത്ത് എന്താ? ബക്കറയിൽ ഒരു ആയത്തുണ്ട്. ആരാ ഹാഫിദുള്ള? മിസ്ലില്ലതി അലൈഹിന, ബക്കറയിലെ ആയത്താണ് അല്ലെ. വർക്കത്തെ ഹാഫിദ് നിങ്ങൾക്കൊക്കെ എല്ലാവരും. അതിൽ പറഞ്ഞ അവർക്കുള്ളതൊക്കെ ഇവർക്കുണ്ട്. ക്ലിയർ ആണല്ലോ. ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ, പരിഭാഷ എടുത്ത് ക്ലിയർ ആണ്. അന്ന് ഉസ്താദ് പൈസ എല്ലാം തന്നയച്ചതാ. പിന്നത്തെ ദിവസം വന്നു, PGക്ക് ചേർന്നു അല്ലേ. അപ്പൊ തന്നെ കിട്ടി. LLM ലോ കോളേജ് കണ്ണൂർ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, അതും കിട്ടി. യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്കിലും പാസ്സായി. ഉസ്താദ് പറഞ്ഞു ഇവിടെ വന്നിട്ട് നിന്നു. അങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് ഇത് വലിയൊരു വേദിയാണ് നിങ്ങൾക്ക് ഇവരൊരുക്കി തരുന്നത്. വെറും ഫിഖിന്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ ചർച്ച ചെയ്യാനുണ്ടോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരു കാര്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു സൈഡ് ഹെഡിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയൊക്കെ ഉണ്ടോ കിതാബുകൾ? ഉസ്താദ്മാർക്ക് രാത്രിയൊക്കെ ഇവരൊക്കെ മുത്താല ചെയ്താണ് ക്ലാസ്സിലേക്ക് വരുന്നത്. നേരത്തെ ഉസ്താദ് മറുപടി പറയുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ചില വിഷയങ്ങളൊക്കെ മറുപടി എങ്ങനെ അങ്ങനെ മറുപടി കിട്ടി? നിങ്ങൾ വിചാരിക്കും 7 വർഷം കഴിഞ്ഞ് ബിരുദം കിട്ടിയാൽ ഉസ്താദായാലും ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് കിട്ടും. ഉസ്താദ്മാരുടെ പൊരുത്തം പഠനമാണ്, ഉസ്താദ്മാരുടെ പൊരുത്തം ബുദ്ധിമുട്ടികളാണ് ഉസ്താദ്മാരുടെ പൊരുത്തം. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഇനി എന്ത് ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നിർത്താം, സമയം കഴിഞ്ഞു. ഇസ്ലാമിൽ ജസ്റ്റിസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പേരും കോളേജൊക്കെ പറയുകയാണെങ്കിൽ മുഹമ്മദ് സ്വബാഹ് മൊഹിമാത്തിലാണ്. ഞാൻ പഠിച്ചത് മൊഹിമാത്തിലാണ്, താഹിർ തങ്ങളുടെ സ്ഥാപനം. എന്റെ ഭാഷ ചിലപ്പോൾ ചിലവർക്ക് മനസ്സിലായിണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോൺ നമ്പർ തന്നത്. ആ സ്ലൈഡ് അയച്ചിട്ട് ഇതെന്ത് പറഞ്ഞെന്ന് എന്നോട് ചോദിച്ചാൽ മതി വാട്സപ്പിൽ. അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം. കാരണം ഞാൻ കാസർഗോഡായിരുന്നു. 7 ഭാഷ അറിയുന്ന ആളാണ്, അറിയുന്ന നാട്ടിലുള്ള ആളാണെന്ന്. അല്ലാഹു തആല തങ്ങൾ ഉസ്താദിന്റെ ഖബറൊക്കെ സ്വർഗ്ഗം ഒന്നും ഇല്ലാതെ നമ്മൾ പഠിപ്പിച്ചതാ മൊഹിമാത്തൊക്കെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞോളൂ. ഇസ്ലാമിൽ ജസ്റ്റിസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു 100 ആൾക്കാരെ അംദെന്ന നിലക്ക് കൊലപ്പെടുത്തുകയാണ്. അംദെന്ന നിലക്ക് 100 ആളുകളെ കൊലപ്പെടുത്തുകയാണ്. അപ്പൊ കിസാസ് എന്ന നിലക്ക് അദ്ദേഹത്തെ കൊല്ലുകയാണ്, കോടതി കൊല്ലുകയാണ്. ഇതെവിടെയാണ് ജസ്റ്റിസ് ആകുന്നത്? അതാണ് പറഞ്ഞത് നമ്മൾ. അതുകൊണ്ടാണ് ഇസ്ലാമിൽ നമ്മൾ പറഞ്ഞത് കിസാസിന്റെ വിഷയം പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞു കിസാസ് എടുക്കലോടുകൂടി അയാൾക്ക് എന്തില്ല, ഒരു നഫ്സിന് ഒരു നഫ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ കിസാസ് എടുക്കുന്ന വിഷയത്തിൽ, കിസാസിന്റെ വിഷയത്തിൽ നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് ഇവിടുത്തെ വിഷയമായിട്ടാണ്. നമ്മൾ ഇത്ര പേരെ കൊന്നാൽ ഒരു ശിക്ഷ കൊടുത്താൽ അത് തീർന്നു. പക്ഷെ അതിനൊക്കെ നമുക്ക് നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഭൗതികമായി നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ആണ് ഒരു കിസാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള ചോദ്യങ്ങൾ, കാര്യങ്ങൾ, മറ്റു വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. ആഖിറത്തിൽ അതിനുള്ള ചോദ്യങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ആഖിറത്തിലെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കാര്യം അതൊക്കെ ലാഹിറായ കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റൂ. നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ അത് അള്ളാഹുവിന് വിട്ടതാണ്. അതേപോലെയാണ് നമ്മൾ ഈ പുറത്തു കൊടുക്കുന്ന വിഷയം പറഞ്ഞ് 99 ആളെ കൊന്ന ആൾക്കും ഒരാളെ അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പം ഇതിന്റെ നമ്മുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അള്ളാഹു തആല ഉണ്ടാക്കി അള്ളാഹുവിന്റെ അടുക്കലുള്ള ദീനായതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ പറയുന്നു നമ്മൾ ലിബറലിസക്കാരോട് ചോദിക്കുന്ന ചോദ്യമാണ് 99 കൊന്നാളെ ഒരു കൊലക്കുറ്റം കൊണ്ട് എന്ത് കൊടുക്കാൻ പറ്റും? അവര് നമ്മളോടും തിരിച്ചും ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ അടിസ്ഥാനമായ ഖിസാസിന്റെ നിയമങ്ങളൊക്കെ ഖുർആനാണ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, അവിടെ ശിക്ഷകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന കാര്യത്തിലാണ് നമ്മൾ അവിടെ പറഞ്ഞത്. മറ്റൊരുത്തൊക്കെ ദിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിനെ കൊടുക്കാൻ പറ്റാത്തടത്ത് ഇസ്ലാമിന്റെ രാജ്യങ്ങൾ കൊടുക്കുന്ന ബൈത്തുൽ മാലിന് കൊടുക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. വിക്ടിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക് ലോസിനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോഴേ ഈ കാഫിര്യങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും ഈക്വൽ റൈറ്റ്സും ഈക്വൽ പണിഷ്മെന്റ് അല്ലല്ലോ. അപ്പൊ അതൊരു
സെക്യുലർ കൺട്രി ആവുമ്പോൾ അതൊരു പ്രോബ്ലം അല്ലേ? അത് ഈക്വൽ അല്ല എന്നുള്ളത് പിന്നെ അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. 2-ാമത്തെ ജുസ് തുടങ്ങുന്നതന്നെ ഞാൻ മർക്കസിൽ ഇഫുന്നുണ്ടായിരുന്നു മിന്നും അങ്ങനെ അത് ആയത്തുണ്ടല്ലോ 2-ാമത്തെ ജുസ് തുടങ്ങുന്നത് അങ്ങനെ. എന്നിട്ട് പിന്നെ മിൻഹും മൻ കല്ലമല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എല്ലാ സ്റ്റാറ്റസ് ഇല്ല. ചിലർക്ക് ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചില മുസ്ലിം രാജ്യങ്ങളിൽ ചിലപ്പോൾ ടാക്സ് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും, ശിക്ഷാവിധികൾ വ്യത്യസ്തമായിട്ടുണ്ടാവും. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് പെണ്ണിനെ കൊന്നാൽ പെണ്ണാണ് മഖ്തൂലെങ്കിൽ ദിയമണി കുറയും, മറ്റുള്ളവരെ പോലെയല്ല. ഇത് എല്ലാ സിസ്റ്റമിലുള്ളതാണ്. അതൊരു നീതിയുടെ ഒരു വിഷയമാണ്. കാരണം ഒരു ആണ് നഷ്ടപ്പെട്ടതുപോലെയല്ല. ഇപ്പം ഒരു ആക്സിഡന്റ് കേസുകളിലൊക്കെ നഷ്ടപരിഹാരമൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയും ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടത് ഒരു ഡോക്ടറാണെങ്കിൽ നല്ലോണം കൊടുക്കും, ഒരു സ്ത്രീ ആണെങ്കിൽ കുറയും, ഒരു 40 വയസ്സിലാണെങ്കിൽ പൈസ കൂടും. അപ്പൊ എന്നതുപോലെ അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിൽ ഇസ്ലാമിക രാജ്യത്താകുമ്പോൾ മുസ്ലിമിനെ അതിൽ ഫത്തുൽ മുഈനിൽ കൃത്യമായി കൊല്ലപ്പെട്ടത് ആരാണ് എന്ന് നോക്കണം. ഇസ്മത്തുൽ മഖ്തൂൽ പറയുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു, ഖിസാസ് നടപ്പിലാക്കാൻ മഖ്തൂലിന്റെ ഇസ്മത്ത് നോക്കണം. കാഫിർ കൊന്നാണെങ്കിൽ ഒരു മുസ്ലിമിനെ കൊല്ലപ്പെട്ടതുപോലെയല്ല. അത് ഏതുപോലെ ഇസ്ലാമിക രാജ്യത്തിൽ നമ്മൾ രിദ്ദത്തിനിക്ക് കൊല കൊടുക്കാറുണ്ടല്ലോ. അതിന്റെ ലോജിക്ക് എന്താ? അള്ളാന്റെ നിയമമാണല്ലോ, അങ്ങനെ വെച്ചതാണല്ലോ, അള്ളാന്റെ നിയമമാണ്. അതിന് ലോജിക്ക് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. എന്നതുപോലെ കൊല ചെയ്യുന്നത് മുർത്തദിനിക്ക് മുർത്തദ് അയാൾക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണോ? ഇസ്ലാമിക രാജ്യത്താകുമ്പോൾ ഇസ്ലാമിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു നിയമം എന്ന നിൽക്കുന്നുണ്ടാവും. അതെല്ലാ നിയമങ്ങളിലും ഉണ്ട്, എല്ലായിടത്തും. ചില പൗരന്മാർക്ക് ഇപ്പൊ ഇന്ത്യയിൽ തന്നെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ചിലർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അത് ചില രാഷ്ട്രപതിമാർക്കോ അല്ലെങ്കിൽ ചില രാജ്യങ്ങൾക്കോ അംബാസിഡർക്കോ ഡിപ്ലോമാറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയും. IPC സെക്ഷൻ 2, 3, 4 നോക്കിയാൽ മതി ആർക്കൊക്കെയാണ് കുറ്റം ചെയ്താൽ ഇമ്മ്യൂണിറ്റി ഉള്ളത് എന്ന രീതിയിൽ. ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ അതിൽ ചിലപ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ശിക്ഷകൾ ചിലപ്പോൾ മാറി വരും. UAE തന്നെ ഒരു മുസ്ലിം കള്ളു കുടിച്ചതുപോലെയല്ല ഒരു കാഫിർ കള്ളു കുടിച്ചാൽ അതിൽ വേറെ ശിക്ഷകളൊക്കെ മാറി വരുന്നുണ്ട്. പേരും സ്ഥാപനം. കാരണം മുഹിമ്മത്തൊക്കെ വന്നെന്ന് പറഞ്ഞാൽ തന്നെ വലിയ വിജയ. കാസർഗോഡിന് അങ്ങേറ്റത്തിന് വന്നതാ. നമ്മളെ കർണാടകയിലൊക്കെ ആയിരിക്കും നാടൊക്കെ അല്ലെ. സ്ഥാപനത്തിന് അങ്ങേറ്റെന്നൊക്കെ വന്നു പറഞ്ഞ പരിപാടിയുടെ വലിയ വിജയമാണ്. നിർത്താണ് ഇവിടെ തന്നെ എന്ന് ഫത്ഹുൽ മുഈനിലുണ്ടല്ലോ. അപ്പോ മുസ്ലിമിനും ദിമ്മീനൊക്കെ ഖിസാസ് ഉണ്ട്, പക്ഷെ ഹർബീന് ഖിസാസ് ഇല്ല എന്ന് വരുമ്പോ അതൊരു വലിയ വിവേചനല്ലേ? ശരിക്കും പോലെ ഹർബീനല്ലേ ഖിസാസ് ഉണ്ടാവേണ്ടത്? അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചില ഇസ്ലാമിന്റെ രാജ്യത്ത് ആരാണോ ആ ഇബാറത്ത് ശരിക്കും നോക്കിയിട്ട് വേണമെങ്കിൽ ആ ഇബാറത്തിനുള്ള മറുപടി പറയാം. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റഗറി ഉണ്ട്. എല്ലാവർക്കും ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക വിശ്വാസം, അതിൽ മെയിൻ അടിസ്ഥാനം വരുന്നത് ഈമാനാണ്. വിശ്വാസപരമായ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിന്റെ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഖിസാസിനിക്ക് വ്യത്യസ്തത ഉണ്ടാകും. അതാണ് ഫത്ഹുൽ മുഈൻ പറഞ്ഞ ആ കേസുകൾ വരുന്നത്. അതേ സമയത്ത് ഇസ്ലാമിക ചില രാജ്യത്തൊക്കെ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ നടപ്പിലാക്കാറില്ല. അത് ചിലപ്പം അത് പണ്ട് കാലങ്ങളിലുള്ള ചില പ്രാക്ടീസുകൾ വെച്ചുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞത്. അത് മഖ്തൂലിന്റെ വിഷയത്തിലേക്ക് നോക്കിയും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ശിക്ഷാ രീതി ഖിസാസിന്റെ വിഷയത്തിൽ വരുന്നത്. സല്ലല്ലാഹു വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദനാ മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.